Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. കർത്താവേ, നന്ദി 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 നന്ദി. Glory to Jesus. Glory to Jesus. Glory to Jesus. Glory to Jesus. Hallelujah. Hallelujah. Oh, rasi barala barabashyam darararararara. Hallelujah. 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 എല്ലാവരും നാവിനെ തുറന്ന് ദൈവത്തിൻ്റെ മഹത്വം കൊടുത്താട്ട് എല്ലാവരും 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 ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവാനേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു 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 വാഴ്ത്തുന്നു. സർവാധികാരിയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സർവവ്യാപിയായ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സകലത്തിൻ്റെയും ഉടയവനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഞങ്ങളെ വീണ്ടെടുത്തവനെ, ഞങ്ങളെ കരുതുന്നവനെ, ഞങ്ങളെ സൂക്ഷിക്കുന്നവനെ, ഞങ്ങളെ സംരക്ഷിക്കുന്നവനെ, ഞങ്ങളെ പോറ്റി പുലർത്തുന്നവനെ, ഞങ്ങളങ്ങേക്ക് സ്തോത്രം കരേറ്റുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, നന്ദി 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 നന്ദി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. അതിനു മുൻപ് എല്ലാവരും ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് ഇന്നത്തെ ദിവസം വ്യത്യസ്തമായ ഒരു ദിവസമാക്കി ദൈവം തീർക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ പരിപൂർണമായ ഒരു ഗൈഡൻസ് നമ്മുടെ മേലുണ്ടാകുവാനും ദൈവസന്നിധിയിൽ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ വെങ്കോട്ടിലെ അനു ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കും. അനുവിന് മൈക്ക് കൊടുത്തട്ടെ. പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കും. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണമേ. ഹല്ലേലൂയ. ഒരു വേദഭാഗം, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം. വേഗമൊന്നെടുത്ത് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വേദഭാഗം. അടുത്ത ഞായറാഴ്ച ആരാധന പ്രാർത്ഥിച്ച് തുടങ്ങാൻ അനു രാവിലെ ഇവിടെ ഉണ്ടാകണം. സ്റ്റേജെ നിർത്തി പ്രാർത്ഥിപ്പിക്കും. യോശുവയുടെ പുസ്തകമാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വേദഭാഗം. ഒരാൾ ശബ്ദമുയർത്തി വായിക്കാമോ? യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനും മോശയുടെ ശുശ്രൂഷകനുമായ യോശുവയോട് അരുളി ചെയ്തത്. ദൈവം ആരോട് അരുളി ചെയ്തു? യോശുവയോട് അരുളി ചെയ്തു. ഈ ഒരു പദത്തെ ഞാൻ അവിടെ ഇപ്പോൾ തൽക്കാലത്തിൽ ഒരു 2-3 സെക്കൻഡ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ യോശുവയോടും മോശയോടും ഒക്കെ മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ? ഞങ്ങളോട് ദൈവം സംസാരിക്കത്തില്ല. എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഉള്ളവർ മോശയോട് മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ യോശുവയോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ? നമ്മളോട് സംസാരിക്കുമോ? 100% എഗ്രി. ദൈവത്തിൻ്റെ മക്കളായ നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ഇത് നമ്മൾ ഉറപ്പിച്ചൊന്ന് വിശ്വസിക്കണം. പലപ്പോഴും ദൈവം ഒരുപക്ഷേ ഒരു സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മളോട് ഒരു കൂട്ടുകാരൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കണമെന്നില്ല. പക്ഷെ അങ്ങനെ സംസാരിച്ച ചരിത്രം ബൈബിളിലുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ ആരുടെയെങ്കിലും നാവിൽ കൂടി ദൈവത്തിന് നമ്മളോട് സംസാരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. അത് ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. എഗ്രി. ഓക്കെ. അടുത്തത് 2-ാമത്തെ വാക്യം. എൻ്റെ ദാസനായ മോശ മരിച്ചു. ഇവിടെ ദൈവം യോശുവയോട് സംസാരിക്കുകയാണ്. മോശ എൻ്റെ ആരാണ്? ദാസൻ. പറഞ്ഞേ, ദാസൻ. മോശ ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ മോശയെക്കുറിച്ച് ഇവിടെ അവകാശപ്പെടുകയാ. മോശ വേറെ ആരുടെയുമല്ല, മോശ എൻ്റെ ദാസനായിരുന്നു. ഹല്ലേലൂയ. ഇതിനേക്കാൾ കുറച്ചുകൂടെ പ്രാഗൽഭ്യത്തോടെയാണ് ദൈവം അല്ലെങ്കിൽ പുത്രനായ യേശുവിൽ മുഖാന്തരം പിതാവ് നമ്മളെക്കുറിച്ച് പറയുന്നത്. ഇവൻ എൻ്റെ ദാസൻ എന്നല്ല ദൈവം സംസാരിക്കുന്നു, ഇതിനകത്തിരിക്കുന്നവർ ദൈവത്തിൻ്റെ മകനാ. ഹല്ലേലൂയ.
അടുത്തത്, ഈ ചിന്തകൾ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനകത്തോട്ട് ഒന്ന് കുറിച്ചിടുന്നത് നല്ലതാണ്. മോശ ദൈവത്തിൻ്റെ ദാസനായിരുന്നിട്ടും ദൈവം ദാസനായ മോശയോട് സംസാരിച്ചുവെങ്കിൽ, ദൈവത്തിൻ്റെ ദാസനാണ് യോശുവ എങ്കിലും യോശുവയോട് ദൈവം സംസാരിച്ചു എങ്കിലും, ഈ കാലഘട്ടത്തിൽ വ്യക്തമായി ഞാൻ ഓർമ്മിപ്പിക്കാം, നമ്മളാരും ദൈവത്തിൻ്റെ ദാസന്മാരല്ല. ദാസന്മാരോട് സംസാരിച്ച ദൈവം എത്രയധികം തൻ്റെ മക്കളോട് സംസാരിക്കാതിരിക്കും. നമ്മൾ ആരാണ്? ദാസനാണോ മക്കളാണോ? അപ്പൊ ദാസന്മാരോട് സംസാരിക്കുന്നതിന് പരിമിതിയുണ്ട്, പക്ഷെ തൻ്റെ മക്കളോട് സംസാരിക്കുന്നതിന് നമ്മുടെ അപ്പന് പരിമിതിയില്ല. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. വളരെ പ്രാഗൽഭ്യത്തോടെ പറയുന്നു, യോശുവായെ, മോശ എൻ്റെ ദാസനായിരുന്നു, എൻ്റെ ദാസൻ മോശ മരിച്ചുപോയി. ആകയാൽ ഇപ്പോൾ എഴുന്നേൽക്ക, നീയും ഈ ജനമൊക്കെയും യോർദാൻ കടന്ന് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് നൽകുമെന്ന് പറഞ്ഞ ദേശത്തേക്ക് പുറപ്പെടുക. ഈ പുറപ്പെടുക എന്ന് പറയുന്ന ഈ പദം ശരിക്കും പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഈ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം ചെയ്യാം എന്ന്, വാഗ്ദത്തമായി തരാമെന്ന് പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. പിന്നെ പുറപ്പാട് വന്നു, താഴോട്ട് വന്ന് ഇപ്പൊ യോശുവയിൽ വന്ന് നിൽക്കുക. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ശേഷം യോശുവ. അങ്ങനെ 6ാമത്തെ പുസ്തകമായിട്ട് യോശുവയുടെ പുസ്തകം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇവിടെ വ്യക്തമായി ഇന്നലകളിൽ കനാൻ ദേശം പ്രാപിക്കാത്ത ജനങ്ങളോട് ദൈവം സംസാരിക്കുക, ഇനിയെങ്കിലും നീ തയ്യാറാക്, നിനക്ക് വേണ്ടി ഒരു കനാൻ തയ്യാറായിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പണ്ട്, ഈ ചരിത്രം കൂടെ പറഞ്ഞു വിടാം, പണ്ട് കനാൻ ദേശം അവകാശമാക്കുമെന്നുള്ള വാഗ്ദത്തം നിലനിൽക്കുമ്പോൾ കനാൻ ദേശത്തിലേക്ക് പോകാൻ ചുവട് വെക്കാത്ത നമ്മളോട് പറയുക, നീ വിശ്വാസത്താൽ കനാൻ പ്രാപിച്ചിരിക്കുകയാ. പണ്ടുള്ള പിതാക്കന്മാർ നടന്ന് കനാൻ ദേശത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ, നമ്മൾ മുട്ടുമടക്കിയപ്പോൾ തന്നെ കനാൻ നമുക്ക് സ്വന്തമായി ദൈവം തന്നു. നമ്മൾ ദൈവത്തെ വിശ്വസിച്ചപ്പോൾ തന്നെ ഈ കനാൻ ദൈവം നമുക്ക് തന്നു. എത്രയോ ഭാഗ്യവാന്മാരാ ഈ പുതിയ നിയമസഭയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അടുത്തത്, താഴേക്ക് വരുന്ന ചില ഭാഗങ്ങൾ വേഗം ഓർമ്മിപ്പിക്കാം. 3-ാം വാക്യം, ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങളുടെ ഉള്ളങ്കൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തരാം. 4-ാമത്തെ വാക്യം, മരുഭൂമിയും ഈ ലെബനോനും മുതൽ യൂഫ്രട്ടീസ് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിർത്തിയായി മാറും. അടുത്തത് 5-ാം വാക്യം, നിന്റെ ജീവകാലത്ത് ഒരിക്കലും. ഇത് സംസാരിക്കുന്നത് ആരോടാണെന്നറിയാമോ? ഇത് സംസാരിക്കുന്നത് മോശയോടാ. ഇങ്ങനെയാ പറയുന്നത്, യോശുവയോടാ. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിനക്കെതിരെ നിലനിൽക്കത്തില്ല. ഹല്ലേലൂയ. ഇത് ആരോടാ പറയുന്നത്? ദാസനോട്. പറഞ്ഞേ, യോശുവ എന്ന ദാസനോട്. ഇതിൻ്റെ ചരിത്രം കേട്ടു പോകാമെങ്കിൽ കുറച്ചുകൂടെ ബലമായിരിക്കും. യോശുവയെ വിളിച്ചിട്ട് ദൈവം സംസാരിക്കുക, നീ എൻ്റെ ദാസനാ. പക്ഷേ അതുപോലെ ഒരു ദാസനായിരുന്നു മോശ മരിച്ചുപോയി. പക്ഷെ മോശയ്ക്കും കൂടെ തരാമെന്ന് പറഞ്ഞ കനാൻ ദേശം മോശയ്ക്ക് അവകാശമാക്കാനായിട്ട് സാധിച്ചില്ല. ഡോർ തുറന്നിടണേ, സാധിച്ചില്ല. അടുത്തത്, യോശുവയുടെ കാലഘട്ടം വന്നപ്പോൾ ദൈവം വ്യക്തമായി യോശുവയോട് സംസാരിക്കുക, എടാ യോശുവയെ, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു ശത്രുവും നിന്റെ മുൻപിൽ എഴുന്നേൽക്കത്തില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ജോമോൻ എൻ്റെ കൂടെ വരാമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആരാധന സുഗമമാകുമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. കൂടെ വന്നാൽ നന്നായിരിക്കും ജോമോനെ. ഹല്ലേലൂയ. ഇതാരോടാ പറയുന്നത്? നിന്റെ ജീവകാലത്തൊരിക്കലും, പറഞ്ഞേ, ഒരു ശത്രുവും നിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കത്തില്ല. ദാസനായ യോശുവയോട്, എടാ, നമ്മൾ ദാസന്മാരല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ. അങ്ങനെയാണെങ്കിൽ ദാസനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ ദൈവത്തിൻ്റെ മക്കളായ നമ്മെ എത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. പിടികിട്ടിയോ ഈ ഭാഗം? നമ്മൾ ദാസനാണോ, നമ്മൾ മക്കളാണോ? മക്കൾ. പറ, ഞാൻ ദൈവത്തിൻ്റെ മകനാ.
വിശ്വസിക്കുന്നുണ്ടോ? അടുത്തത്, താങ്ക് യു സോ മച്ച് ജോമോനെ, എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇവിടെ യോശുവയോട് സംസാരിക്കുകയാണ്, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിനക്ക് നേരെ നിൽക്കത്തില്ല. അടുത്തത് പറയുക, ഞാൻ മോശയുടെ കൂടെ, മോശ ആരാണ്? എൻ്റെ ദാസനാ. ഞാൻ മോശയുടെ കൂടെ ഇരുന്നതുപോലെ മകനേ നിന്റെ കൂടെ ഞാനിരിക്കും. ഹല്ലേലൂയ. സന്തോഷമാണോ? അപ്പം നമുക്കൊരു ഉറപ്പുണ്ട്, പനി വന്നാലും കുഴപ്പമില്ല, അറ്റാക്ക് വന്നാലും കുഴപ്പമില്ല, ക്യാൻസർ വന്നാലും കുഴപ്പമില്ല, എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം ഇന്നും എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിനക്ക് നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയുടെ കൂടെ ഇരുന്നതുപോലെ നിന്റെ കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തുമില്ല. ദാസനെ കൈവിടത്തില്ലെങ്കിൽ തൻ്റെ മക്കളെ തമ്പുരാൻ രണ്ട് കൈയിലും കോരിയെടുത്തോണ്ട് നടക്കും. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ ഈ ഭാഗങ്ങൾ? അതുകൊണ്ടാണ് യോഹന്നാൻ, യേശുവിൻ്റെ ശിഷ്യൻ യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം 1 യോഹന്നാൻ 3:1 അവിടെ പറയുക, കൺമീൻ ഒന്ന് നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, അപ്പനമ്മമാരെ, മാതാപിതാക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. എങ്ങനെയാ പിതാവ് ആ സ്നേഹം നൽകിയത്? പുത്രനോട് പറഞ്ഞു, പോയി ക്രൂശിക്കപ്പെടടാ. എനിക്ക് ഈ ഭൂമിയിൽ നിൽക്കുന്ന സജിച്ചായനെയും ജോമോനെയും പൊന്നോനെയും സുരേഷിനെയും ഇവിടെ ഇരിക്കുന്ന മോജിനെയും ഇവിടെ സനുവിനെയും ഒക്കെ നേടാനായിട്ടുണ്ട്. അതുകൊണ്ട് പുത്രനോട് പറഞ്ഞു, കാൽവറിയിൽ കയറ്. നീ കാൽവറി കയറിയാൽ, അവിടെ ത്യാഗം അനുഭവിച്ചാൽ, അവിടെ മുറിവേറ്റാൽ, അവിടെ അടിയേറ്റാൽ, എനിക്ക് ലോകത്തിൽ കുറെ എണ്ണത്തിന് നേടാനുണ്ട്. എനിക്ക് കുറെ മക്കളെ ആവശ്യമാ. എൻ്റെ രാജ്യത്തിൽ എന്നെ ആരാധിക്കുവാൻ, എൻ്റെ കൂടെ ഇരിക്കുവാൻ, എന്നെ ആരാധിക്കുവാനും നമസ്കരിക്കുവാനും ജനത്തെ വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മളെ ആരാക്കി മാറ്റിയെന്നറിയാമോ? ദാസനല്ല, മക്കളാക്കി ദൈവം നമ്മളെ തീർത്തു. ഹല്ലേലൂയ. ഈ മക്കളും അപ്പനും തമ്മിലുള്ള വീട്ടിലെങ്ങനെയാ? അപ്പനും മക്കളും ഒരു ഗസ്റ്റ് വരുമ്പോൾ ഓടി പെരക്കകത്ത് കയറും. പക്ഷെ ഗസ്റ്റ് ഇല്ലെങ്കിൽ അപ്പനും മക്കളും ഭയങ്കര കൂട്ടായ്മയാ, അല്ലേ? ഇവിടെ ഈ കൂട്ടായ്മ പേടിച്ചാ. കയ്യടിക്കാൻ പേടിയാ, ആരാധിക്കാൻ പേടിയാ, നൃത്തം ചെയ്യാൻ പാടിയ, എല്ലാത്തിനും പേടിയാ. എല്ലാത്തിനും ഒരു ഗസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണോ വീട്ടിൽ നിൽക്കുന്നത് അതുപോലെയാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഗസ്റ്റ് ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിലുണ്ടല്ലോ, ആ മീൻചട്ടിയുടെ ചട്ടിക്കകത്തോട്ടൊരു വടിയൊക്കെ ഉണ്ടല്ലേ? ഗസ്റ്റ് വരുമ്പോൾ ചെയ്യുവോ? ഇല്ല, അല്ലേ? ആ പുളിയുടെ രസമൊക്കെ ഗസ്റ്റ് വരുമ്പോഴോ, നമ്മുടെ കഴിപ്പൊക്കെ 3 വിരലേ കഴിക്കത്തുള്ളൂ. നോ, അപ്പനും മക്കളും തമ്മിലുള്ള റിലേഷൻ അത് നമ്മൾ ബിൽഡ് ചെയ്യണം. മോൻ കയറിയിരുന്നേ. ഇനി ഫ്രണ്ടിൽ കിടന്ന് ഒരു പരിപാടിയും ചെയ്യരുത്. കിച്ചുയിരുന്നു. ഓക്കെ, അടുത്തത് എന്താ പറയുന്നതെന്നറിയാമോ? ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. എന്നിട്ട് അടുത്തത് 6-ാമത്തെ വാക്യം പറയുക. എന്തെന്നറിയാമോ? യോശുവയോട് സംസാരിക്കുന്നത്. യോശുവ ആരാണ്? ദാസനാണ്. യേശുവിൻ്റെ ദാസനാ, ദൈവത്തിൻ്റെ ദാസനാ. ഈ യോശുവയോട് പറയുക, നീ എന്ത് ചെയ്യണം? ഉറപ്പും. ഏറ്റവും പേടിച്ചു തൂറി വിശ്വാസികളാ. ഒരു പനി വരണം, അല്ലേ? ഒരു ഗ്യാസ് വിലങ്ങിയാൽ മതി. ഇവിടെ ഗ്യാസ് ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങിയാൽ മതി. ആ ഓട്ടം കണ്ടാൽ ഇവിടെ ദൈവം പറയാ, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഇതെല്ലാം കേട്ടിട്ട് പോയതാ വീട്ടിൽ കിടന്ന് തലേ കൈവച്ച, എൻ്റെ ദൈവമേ എന്തുവായത്, കിടന്ന് വെപ്രാളപ്പെടുകയാണ്. ദൈവമക്കളെ, നമ്മൾ മക്കളാ കേട്ടോ. എൻ്റെ അമ്മമാര് കേട്ടോ, സുമതിയമ്മേ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ. നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ആരായിരിക്കണം? ഉറപ്പും ധൈര്യവും. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം
അനൂപഞ്ഞ് വന്നില്ലേ, അമ്പിളി വന്നില്ലല്ലേ. ആദിത്യൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആദിത്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ മലയാള അക്ഷരം ഐ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം മലയാള അക്ഷരം ഞാനിപ്പം UKG ക്ലാസ്സിലെ പഠിപ്പിക്കുന്നത്. ഇപ്പം ഐ അവൻ എഴുതാൻ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ മുമ്പിലത്തെ സാധനം പുറകിൽ കൊണ്ടേ അവൻ ഇടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിൻ്റെ വിരൽ കാണിക്കാൻ പറഞ്ഞു. അവൻ വിരലെടുത്തു. ഞാൻ പറഞ്ഞു ചെവിയെ പിടിക്കാൻ പറഞ്ഞു, ചെവിയെ പിടിച്ചു. ഞാൻ പറഞ്ഞു നിനക്ക് വേദനിക്കുന്നത് പോലെ കറക്കാൻ പറഞ്ഞു. ഞാൻ കറക്കിയ പ്രശ്നമാകുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ പിടിക്കാൻ പറഞ്ഞു. അവൻ പിടിച്ചു, അവൻ കറക്കാൻ പറഞ്ഞു, അവനോട് കറക്കി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ചുമന്നിരിക്കുന്നുണ്ട് ചെവി. ഇതങ്ങോട്ട് കറക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു 10 പ്രാവശ്യം നീ ഐ ഐ ഐ എന്ന് പറയാൻ പറഞ്ഞു. ഇത് മുറുകെ പിടിച്ചിട്ട് അവൻ ഐ പറഞ്ഞു. അവൻ പിറ്റേ ദിവസം ഐ എഴുതാൻ പറഞ്ഞാൽ അവൻ സാധാരണ ഐ എഴുതുന്ന പോലെ എഴുതാൻ തുടങ്ങി. നമ്മളൊന്ന് ചെവിയെ പിടിച്ചിട്ട് ഇന്ന് പറയണം, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം. പറഞ്ഞേ, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞു, ഉറപ്പും ധൈര്യവും ഉള്ളവൻ ആയിരിക്കണം. ഉറപ്പും ധൈര്യവും ഉള്ളവൻ ആയിരിക്കണം. മനുഷ്യനെ എന്ത് ചെയ്തേക്കരുത്? പേടിക്കരുത്. പറഞ്ഞേ, മനുഷ്യനെ ഭയക്കരുത്. ധൈര്യമായിട്ട് പറഞ്ഞു, മനുഷ്യനെ ഭയക്കരുത്. സ്വന്തമായി കിടക്കാട് ഉണ്ടേലും ഇല്ലേലും പറ, മനുഷ്യനെ ഭയക്കരുത്. നാളത്തേക്കുള്ള വഴികൾ നമ്മുടെ ബാങ്ക് ബാലൻസിൽ ഇല്ലെങ്കിലും പറഞ്ഞു, മനുഷ്യനെ ഭയക്കരുത്. ഉറപ്പും ധൈര്യവും ഉള്ളവനായി ഇരിക്കുക. കാരണം ദൈവം നമുക്കൊരു പ്രോമിസ്, വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഇതുണ്ടെങ്കിൽ പിന്നെ ആരെ പേടിക്കാനാ? ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്തത്, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. അടുത്ത പദം പറയുന്നത് കേട്ടോണേ. അത് വന്ന മോളെ ഇല്ലല്ലോ അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം, കുഴപ്പമില്ല. ഈ പ്രൊജക്ടറിൻ്റെയോ അല്ലെങ്കിൽ TV ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പ്രൊജക്ടറിൻ്റെത് ലാപ്പിലോട്ട് കണക്ട് ചെയ്താൽ മതി. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് നൽകുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായിട്ട് പറഞ്ഞേ. അതിൻ്റെ ഒരു അംശം ആർക്കും ഉണ്ട്? എനിക്കും ഉണ്ട്. ഹല്ലേലൂയ. ഇത് യോശുവ ഏൽപ്പിക്കുക. നീ വേണം ഇത് വിഭാഗിച്ചു കൊടുക്കാൻ. കനാൻ ദേശത്തിൽ ആരൊക്കെ കാലുകുത്തി? യോശുവയും കാലേബും കാലുകുത്തി. ഞാൻ പറയാം, അവർ രണ്ടുപേരും കാലുകുത്തി. പരിപാടി തീർന്നോ? ഇല്ല. പുതിയ നിയമസഭയെ മുഴുവനും ഫ്രീ ആയിട്ട് നടത്താതെ ഈ കനാനിലേക്ക് എൻ്റെ തമ്പുരാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. സുമതിയമ്മയുടെ മരുമോനെയും കഴിഞ്ഞ ദിവസം ആ പർദീസയിൽ കൊണ്ടുപോയി അല്ലേ? ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? അത് ദൈവം നമുക്ക് അവകാശമായി തന്നിരിക്കുക. നമ്മുടെ ദൈവം സർവശക്തനാ, സർവാധികാരിയ, സർവവ്യാപിയ, എല്ലായിടങ്ങളിലും അധിവസിക്കുന്ന ജ്യോതിസ. ഞങ്ങളുടെയൊക്കെ ഇന്നലത്തെ ഹൈന്ദവ പാരമ്പര്യത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഈ ശ്ലോകം, ഓം ഭൂർഭുവ സ്വാഹ സവിതൂർവരണ്യേ ബർഹോ ദേവസ്യ ധീമഹി ദിയോ ജോന പ്രചോയതേത്. ഗായത്രി മന്ത്രവാ. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അല്ലയോ സ്വർഗവും ഭൂമിയും സ്വർഗാദി സ്വർഗവും സർവ്വയിടങ്ങളിലും അധിവസിക്കുന്ന ജ്യോതിസേ. ആരാ സർവ്വയിടങ്ങളിലും അധിവസിക്കുന്ന ജ്യോതിസ്? നമ്മൾ ഇന്ന് ആരാധിക്കുന്ന കർത്താവാ. ഹല്ലേലൂയ. നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധനെ, ഒരു പ്രാവശ്യം കൂടെ അപ്പ അങ്ങയുടെ പാദത്തിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങളെ ദാസനായിട്ടല്ല ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ഞങ്ങളെ തിരഞ്ഞെടുത്തത് അവിടുത്തെ മക്കളായിട്ടാണെന്ന് വ്യക്തമായി ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിന് ഞങ്ങൾ നന്ദി പറയുക. അങ്ങേ സ്നേഹിക്കുവാനും അങ്ങേ ആരാധിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും സ്വർഗം ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളെ ഗൈഡ് ചെയ്യണമേ. പിതാവേ, അവിടുത്തെ കരം ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ. പിന്നെയും ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. ബലത്തോടെ ആരാധിപ്പാൻ, ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പിന്നെയും സ്വർഗം ഞങ്ങൾക്ക് കൃപ തരണം. അങ്ങയുടെ പാദത്തിലിരിക്കുന്നു. ശുശ്രൂഷകളെ മാനിക്കണമേ. കാലാവസ്ഥ അനുകൂലമാക്കി തീർക്കണമേ. തെക്കിനോടും പടിഞ്ഞാറിനോടും വടക്കിനോടും
വടക്കിനോടും കിഴക്കിനോടുമൊക്കെ ഞങ്ങൾ ഈ സമയത്ത് കൽപ്പിക്കുന്നു, യാതൊരുവിധ ദേശത്തിൻ്റെ ശക്തികളും ഈ ആരാധനയുടെ മേൽ എഴുന്നേൽക്കാതെ എൻ്റെ തമ്പുരാൻ്റെ കരം ഈ കൂട്ടായ്മയുടെ മേൽ ഇറങ്ങി വരണമേ. ജനങ്ങളെ കൂട്ടിവരുത്തണമേ. ആത്മീക ശുശ്രൂഷകൾ വെളിപ്പെടുന്ന ദിവസമായി ഇന്നത്തെ ദിവസത്തെ മാറ്റണമേ. ശുശ്രൂഷിക്കുന്ന ഓരോ വ്യക്തികളെയും കരങ്ങളെയും എൻ്റെ തമ്പുരാൻ അനുഗ്രഹിക്കണമേ, ആദരിക്കണമേ. ദൈവം ചെയ്യുന്ന സകല നന്മകൾക്കായിട്ടും സ്തോത്രം. ശുശ്രൂഷിപ്പാനുള്ള എല്ലാ കൃപകളും വരങ്ങളും ഞങ്ങളുടെ മേൽ സ്വർഗം തന്നതിന് നന്ദി. സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കരം ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പുറകിലിരിക്കുന്ന ജോർച്ചാനാണെങ്കിൽ എല്ലാവരും ഫ്രണ്ടിലോട്ട് കയറ്റിയേ ഇരുത്താവുള്ളൂ. ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ അവരെ ഒന്നിച്ചേ ഇരുത്താവുള്ളൂ. പുറകിൽ ഒരുത്തരി വിരിക്കരുത്. ഫ്രണ്ടിലോട്ട് കയറി ഇരിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പാടി ജീവനുള്ള ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇസ്രായേലിൻ രാജാവേ എന്നുള്ള പാട്ടിൻ്റെ ചില വരികൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, അവൻ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, അവൻ്റെ നടത്തിപ്പിന് നന്ദി പറഞ്ഞുകൊണ്ട്, അവൻ തന്ന ആയുസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട്, ആരോഗ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, തന്ന മക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, തന്ന വരുമാന മാർഗത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, തന്ന ഉപജീവന മാർഗങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. ജീവനുള്ള ദൈവത്തെ ചേർന്ന് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. കരമുയർത്തി നന്ദി നാഥ, തിരുക്കരവെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ബലമെന്നും എന്നിൽ നൽകിയതാൽ. നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവത്തിൻ്റെ സുരക്ഷിതമായ നടത്തിപ്പിനെയൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ ഹൃദയം വിട്ടുകൊടുത്ത്, മനസ്സ് വിട്ടുകൊടുത്ത് ജീവനുള്ള ദൈവത്തെ നമുക്ക് ആരാധിക്കാം. വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര തിരുക്കരമെന്നെ താങ്ങി മുൻപോട്ടു യാത്ര ബലമെന്നിൽ നൽകി യേശുവേ, യേശുവേ, ഓ യേശുവേ, ചേർന്ന് നന്ദി പറയാം. നന്ദി നന്ദി നാഥ, ഓ നന്ദി. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവരുടെ മധ്യേയും മേശ ഒരുക്കി നമ്മെ മാനിക്കുന്ന കർത്താവ്. ആരെല്ലാം നമ്മളെ തിരസ്കരിച്ചുവോ, ആരെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തിയോ, അവരുടെയൊക്കെ നടുവിൽ കരുതുന്നൊരു കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഓ മേശയൊരുക്കി എന്നേ ഈ പാട്ട് അറിയാവുന്നവർ ചേർന്ന് പാടിയാട്ടെ. തള്ളിയവർ മേശയൊരുക്കി
യേശുവേ. എന്തു ഞാൻ പകരം നൽകും? 1000 പാട്ടുകളോ? എൻ ജീവകാലം മുഴുവനും ഞാൻ എൻ്റെ രക്ഷയെ ഉയർത്തിയിടുമേ. ആയിരം പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുമേ. യേശുവേ, 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 നന്ദി. അളവില്ല സ്നേഹത്തിനാ നന്ദി. തിരുക്കരം എന്നിൽ വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യാൻ ബലമെന്നിൽ നൽകിയതാ. തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ നൽകിയതാ. യേശുവേ, 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 യേശുവേ. അളവില്ല സ്നേഹത്തിനാ നന്ദി. എന്തു ഞാൻ പകരം നൽകും? അളവില്ല സ്നേഹത്തിനാ മാനിച്ച സ്നേഹമേ വരയ്ക്കുന്നവർ മുൻപിലും വേശ്യയൊരുക്കി എന്നെ മാനിച്ച നന്ദി നന്ദി നാഥ
അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ ജീവ ശരളനേ ഓരോലോ സേബാരനാ ഹേരേ ശേരേലോ ഓ. അളവില്ല സ്നേഹത്തിനാ നന്ദി. ഒന്ന് വായിക്കാമോ? 150 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ. അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തെ സ്തുതിപ്പീൻ. സ്തുതിപ്പീൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പീൻ. വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. തന്ത്രിനാദത്തോടെ അവനെ സ്തുതിപ്പീൻ. കീബോർഡ് ഉണ്ടെങ്കിൽ കൈത്താളവും വേണം. ഹല്ലേലൂയ. വേണ്ടേ? തപ്പും കിന്നരവും വീണയും ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൈയുണ്ട്. കൈയുടെ താളത്തിലും നമുക്ക് നമ്മുടെ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റണം? ആരാധിക്കാൻ പറ്റണം. ഹല്ലേലൂയ. ചുമ്മാ നിൽക്കരുത്. ഒരു ചെറിയ ചിന്ത, പ്രബോധനം ഇന്ന് എൻ്റെ പേരായതുകൊണ്ട് 4-5 മിനിറ്റ് സമയം ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാനായിട്ട് ഞാൻ ശരണപ്പെടുന്നു. പ്രത്യേകം ഇന്ന് സൂം മീറ്റിങ്ങിൽ, ഗൂഗിൾ മീറ്റിങ്ങിൽ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായമായിരുന്നു എല്ലാവരും പഠിച്ചത്. 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ പല വ്യത്യസ്തമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച 13 അധ്യായങ്ങളിൽ കൂടിയുള്ള അതിൻ്റെ സന്ദർഭങ്ങളൊക്കെ മനസ്സിലാക്കി ഇന്ന് പലരും 14-ാം അധ്യായത്തിൽ നിന്ന് ഷെയർ ചെയ്തു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നലത്തെ മീറ്റിംഗ് 13-ാം അധ്യായം വളരെ ഹൃദയംഗമായ ചിന്തകൾ നമ്മുടെ കയ്യിൽ ദൈവം തന്നിരുന്നു. ഞാനതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ാണ് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിട്ട് പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമ്മുടെ ചോമങ്കൾ 15-ാം അധ്യായത്തിനകത്തെ കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. അതിന് തൊട്ട് മുൻപ് വരെയുള്ള ഭാഗങ്ങൾ വരെ നമ്മൾ ഏകദേശം ചില വഴികളിൽ കൂടി പ്രാർത്ഥനയിലൂടെ വന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ യേശു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെ ചേർത്ത് നിർത്തി യേശു കർത്താവ് തന്നെ അവരെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആ കലങ്ങിപ്പോകരുത് എന്ന് പറയുമ്പം അതിൻ്റെ പിന്നിൽ സഹിച്ചാൻ കഴിഞ്ഞ ഒരു സെൽ മീറ്റിങ്ങിൽ എടുത്തിരുന്നു, കലങ്ങാൻ സാധ്യതയുണ്ട്. ഇവിടെ കുറച്ച് ദിവസങ്ങളുടെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ കഴിയുമ്പം, യേശു കർത്താവ് താൻ തന്നെ പിതാവായ ഇഷ്ടത്തിന് താൻ തന്നെ വിധേയപ്പെടുത്താനായിട്ട് പോവുകയാണ്. അതിനുശേഷം താൻ അടക്കപ്പെടുന്നു, പിന്നെ ഉയർത്തെഴുന്നേൽക്കുന്നു. കുറേ നാളത്തേക്ക് യേശുവിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ സാന്നിധ്യം, ജീവനോടുള്ള ഒരു സാന്നിധ്യം ഒരു പക്ഷേ ശിഷ്യന്മാർ കണ്ടെന്ന് വരത്തില്ല. അവിടെ യേശു ഇല്ലാത്ത ഒരു ജീവിതത്തിൽ, ഞാനിങ്ങനെ യോഹന്നാനെ കുറിച്ച് കഴിഞ്ഞ ദിവസം 13-ാം അധ്യായത്തിൽ ഒരു സംശയം ഒരാൾ ചോദിക്കുമ്പം യോഹന്നാനോട് പറ അതാരാണെന്ന് പറയാനൊക്കെ പറയുമ്പം യോഹന്നാൻ യേശുവിൻ്റെ മാറോട് കിടക്കുന്ന ഒരു ഭാഗം. അപ്പോൾ ചില ആൾക്കാർ യേശുവിൻ്റെ മാറോട് ചേർന്ന് കിടക്കുകയായിരുന്നു, പ്രത്യേകിച്ച് യോഹന്നാൻ.
അപ്പോൾ യോഹന്നാൻ അത്രമാത്രം യേശുവിനെ സ്നേഹിക്കുകയും യേശുവിൻ്റെ കൂടെ നടക്കുകയും പറ്റിച്ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു നല്ല സ്വഭാവമുള്ള ഇതെല്ലാം കൂടെ മുൻപിൽ കണ്ടായിരിക്കാം ഒരു പക്ഷേ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇവിടെ ഈ 14-ാം അധ്യായം അതിൻ്റെ 31 വരെയുള്ള വാക്യം വായിക്കുമ്പം വ്യക്തമായിട്ട് ദൈവം സംസാരിക്കുന്ന ചില ഭാഗങ്ങൾ ഞാൻ വേഗം എടുത്തു പറയുകയാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഞാൻ ഇരുത്തും. അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി, യേശു കർത്താവ് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യണ്ട? കലങ്ങിപ്പോകണ്ട. പലപ്പോഴും നമ്മുടെ ഹൃദയം കലങ്ങുന്നത്, നമുക്ക് ടെൻഷൻ വരുന്നത്, നിരാശ വരുന്നത് പല കാര്യങ്ങളും ഇവിടെ ഫെയിലായി പോകുമ്പോഴാണ്. നമ്മൾ തുടങ്ങിയ, നമ്മൾ ചിന്തിച്ച നമ്മുടേതായ ലക്ഷ്യങ്ങൾ അവിടെ ബ്ലോക്കെന്ന് നിരാശപ്പെട്ടു പോകാറുണ്ട്. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് ദൈവം സംസാരിക്കുകയാണ്, നിങ്ങൾക്കൊരു സ്ഥലം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പം എന്ത് ചെയ്യണ്ട? കലങ്ങിപ്പോകണ്ട. ഒന്ന് പറഞ്ഞേ, കലങ്ങിപ്പോകണ്ട. ഒരുപക്ഷെ നമുക്കിവിടെ സ്വന്തമായൊരു വീട് ഈ ഭൂമിയിലില്ല. ഇവിടുത്തെ വീട് തന്നെ സ്വന്തമല്ല, ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടെ സ്വന്തമല്ല. ഇനിയും അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഇനിയിപ്പോൾ നമുക്ക് 3 സെൻറ്റോ 5 സെൻറ്റോ 10 20 ഏക്കർ കണക്കിന് ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്, പുതിയൊരു ഭൗതിക നന്മ ലഭിക്കാൻ നിങ്ങൾ കഴിവതും നിങ്ങൾ ശ്രമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു വീട്, ഒരു സ്ഥലം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇത് വലിയൊരു വാഗ്ദത്തമാണ്. യേശു കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾക്ക് ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഞാൻ വന്നു ചേർക്കും. അതുകൊണ്ട് ഈ ഭൂമിയിൽ എന്ത് ചെയ്യണം? ധൈര്യപ്പെട്ടിരിക്കണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 2-ാമത്തെ കാര്യം ഇങ്ങനെയാണ് യേശു സംസാരിക്കുന്നത്, നിങ്ങളെ ഞാൻ വന്ന് ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ഒന്ന്, സ്ഥലം ദൈവം നമുക്ക് വേണ്ടി, ഒരു വീട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? ഹൃദയം കലങ്ങിപ്പോകണ്ട. 2-ാമത് യേശു കർത്താവ് പറയുക, നിങ്ങൾ ഹൃദയം കലങ്ങി വെറുതെ ഇരിക്കരുത്, ഞാൻ വന്ന് നിങ്ങളെ എന്ത് ചെയ്യും? ചേർത്തുകൊള്ളും. ഇന്ന് രാവിലെ പിതാവിൻ്റെ ദാസനായ, ദൈവത്തിൻ്റെ ദാസനായ മോശയെക്കുറിച്ചും യോശുവയെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ അവിടെ യോശുവയോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ കൈവിടത്തുമില്ല. ആരോടാ പറയുന്നത്? ദാസനോടാ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ പുതിയ നിയമസഭ, ദൈവത്തിൻ്റെ മക്കൾ, ഓരോ ദൈവത്തിൻ്റെ ജനം ദാസന്മാരല്ല, ദൈവത്തിൻ്റെ മക്കളാ. അപ്പൊ ദാസനോട് ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കളോട് എത്ര അധികമായിരിക്കും ദൈവത്തിൻ്റെ സ്നേഹം. ഇവിടെ ഓർമ്മിപ്പിക്കുക, ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. 3-ാമത്തെ ഒരു കാര്യം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ തന്നെയാണ് നിങ്ങളുടെ വഴി, സത്യം, ജീവൻ. ഈ 3 കാര്യവും ഒറ്റ വാക്കിൽ യേശു പറയുക, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യണ്ട? കലങ്ങിപ്പോകണ്ട. എനിക്ക് തോന്നുന്നു ഇത് KK റോഡല്ല, KK റോഡ് കോട്ടയം കുമളി പാമ്പാടി വഴിയുള്ള വഴിയാണ് KK റോഡ് എന്ന് പറഞ്ഞത്. പക്ഷേ ചില വഴികൾക്ക് ഓരോ മരിച്ചുപോയ വ്യക്തികളുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സിറ്റിയിലേക്ക് പോയ മിക്കവാറും ഓരോ ചെറിയ റോഡുകൾ, കൊച്ചി സിറ്റിയിൽ ചെന്നാൽ അവിടുത്തെ കൊച്ചി സിറ്റിയിൽ എല്ലാ റോഡും ഓരോ വ്യക്തികളുടെ പേരില്ല. മിക്കവാറും ചെറിയ നടപ്പാത പോലും ഓരോ വ്യക്തികളുടെ പേരിലായിട്ടിരിക്കുന്നത്. അതിന് ബോർഡ് കൊണ്ട് അവിടെ. ഇവിടെ യേശു കർത്താവ് പറയുക, നിങ്ങൾക്ക് നടന്നു പോകാനുള്ള ഒരു വഴി ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് ഞാനാ. ഹല്ലേലൂയ. ഈ വഴിയിൽ കൂടിയാണോ നിങ്ങൾ നടക്കുന്നത്? ഈ വഴിയാണോ നിങ്ങളുടെ ലക്ഷ്യം? ഈ വഴി കൂടെ പോകാനായിട്ടാണോ നിങ്ങളിപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്? നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിക്കും. ഹല്ലേലൂയ. 2-ാമത്തെ കാര്യം, വഴിയെന്ന് പറഞ്ഞതിന് ശേഷം യേശു പറയുക, ഞാൻ സത്യമാണ്. എൻ്റെ മുൻപിൽ യാതൊരു വളഞ്ഞ വഴിയുമില്ല, യാതൊരു തെറ്റായ മാർഗങ്ങളും ഞാൻ കാണിച്ചു തരത്തില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് യേശുവിൻ്റെ കൂടെ നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിലും എന്തുണ്ടായിരിക്കണം? ഈ സത്യസന്ധത അല്ലെങ്കിൽ സത്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോണ്ട. ഞാൻ തന്നെ വഴി, 2 സത്യം, 3 ഞാൻ തന്നെയാണ് നിങ്ങളുടെ
നിങ്ങളുടെ ആരോഗ്യമൊക്കെ ആരാ? ഞാനാന്നാ യേശു പറയുന്നത്. നമ്മുടെ മക്കൾ ദൈവത്തിൻ്റെതാ, നമുക്കുള്ള സകലതും ദൈവത്തിൻ്റെതാ. യേശു പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ ജീവൻ. നമ്മൾ പലപ്പോഴും ഈ ദൈവം ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്ക് അല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്വയം പേരെടുക്കുകയാണ്. ഒരിക്കലുമല്ല. നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് നിൽക്കുന്നെങ്കിൽ അത് ക്രിസ്തുവാ. പൗലോസ് പറയുന്നത് പോലെ, ഞാൻ നിൽക്കുന്നെങ്കിൽ അത് ക്രിസ്തുവാ. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. നാലാമത്തെ കാര്യം യേശു കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നിൽ വിശ്വസിക്കുന്നവനും എന്ത് ചെയ്യും? വ്യക്തമായിട്ട് യേശു കർത്താവ് പറയുക. കാനാവിലെ ഈ യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വന്നപ്പോൾ മിറക്കിൾസ് ഒരുപാട് കണ്ടു അല്ലേ? മിക്കവാറും ഒരു മിറക്കിൾ കണ്ടതിന് ശേഷമാണ് അതിനകത്തൂടെ ദൈവം പുതിയൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു ഒരു അത്ഭുതം ചെയ്തു. പിന്നെ അടുത്തത് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു അത്ഭുതം. 4-ൽ നമ്മുടെ ശമരിയക്കാരി സ്ത്രീയുമായിട്ടുള്ള ജീവിതത്തിലെ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിയുടെ വളർച്ച കാര്യങ്ങൾ. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി. കുളക്കരയിൽ കിടക്കുന്നവൻ എഴുന്നേറ്റ് സൗഖ്യമാകുന്നു. പിന്നെ ഒരു രാജഭൃത്യൻ്റെ മകൻ സൗഖ്യമാകുന്നു. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലാസർ മരിച്ചു അഴുകി 4 ദിവസമായി, ലാസറിനെ ഉയർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചതിന് ശേഷം ഈ 14-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ ചെയ്തതിൽ അധികം ഞാൻ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യിക്കും. നമ്മളിവിടെ കിടന്ന് വിഷമിക്കുക. കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. എന്താണെന്നറിയാമോ? നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. മഴയായതുകൊണ്ട് തണുപ്പായതുകൊണ്ടാണോ ഇങ്ങനെ വിടാതിരിക്കുന്നത്, ഉറക്കം തൂങ്ങിയിരിക്കുന്നത്? ഹല്ലേലൂയ. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 13-ാം വാക്യം പറയാം, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. 14-ാം വാക്യം പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങളുടെ ഹൃദയം പറഞ്ഞേ കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. അതിനുശേഷം യേശു കർത്താവ് പറയുന്നു, ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും എന്ത് ചെയ്യും? ജീവിക്കും. പിന്നെന്തിനാ പേടിക്കേണ്ടത്? അപ്പം നമ്മുടെ മനസ്സെന്ത് ചെയ്തേക്കരുത്? കലങ്ങിപ്പോകരുത്. നമ്മുടെ ഹൃദയം കലങ്ങി വെറുതെ വിഷമിച്ച് നാം ഓരോരുത്തരുമായിരിക്കരുത്. അതിനുശേഷം പിന്നെയും യേശു കർത്താവ് ഓർമ്മിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ തരും. ഹല്ലേലൂയ. എന്തിനാ ഈ ആശ്വാസപ്രദനെ തരുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ഈ പരിശുദ്ധാത്മാവ് നമ്മെ ബോധം വരുത്തിക്കൊണ്ടിരിക്കും. എപ്പോഴും നമ്മളെ സജ്ജരാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ പറഞ്ഞു തരും, നമ്മുടെ ജീവിതത്തിലെ കുറ്റങ്ങളെ പറഞ്ഞു തരും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു തരും. ഈ വഴിയെ പോകരുതെന്ന് പറയും, ഇന്ന കാര്യം ചെയ്യരുതെന്ന് പറയും, ഈ ബന്ധം അഴുക്കാണെന്ന് പറയും, ഈ യാത്ര നല്ലതാണെന്ന് പറയും. എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ തൻ്റെ മക്കളെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ മേൽ തരും. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. എത്ര മഹനീയമായ ഒരു വാഗ്ദത്തങ്ങളാണ്. ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാ ഒരു 3 വീട്. എനിക്ക് ഒരു വീട് കണ്ടപ്പോൾ സങ്കടമായി, ഒരു വീട് കണ്ടപ്പോൾ ഇതെന്തുവാന്ന് അതിശയിച്ചു പോയി. 3 വീട്, ഭയങ്കരമായ സ്വിമ്മിംഗ് പൂളൊക്കെയുള്ള ഏക്കർ കണക്കിനുള്ള ഒരു സ്ഥലത്ത് ഒരു വലിയ വീട്. വേറെ ആരുടെ അല്ല, അത് ഒരു ഫാക്ടറിയാണ്. കണ്ട ഭയങ്കര സുന്ദരമായ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. അതിൻ്റെ സ്വിമ്മിംഗ് പൂള്, പിന്നെ അതിൻ്റെ പുറകുവശം വലിയ വലിയ ഫാക്ടറീസ്, വലിയ വലിയ ഗുഡ്സ് വണ്ടികളൊക്കെ വന്ന് കയറി കിടക്കാനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം. എന്നിട്ട് അതിൻ്റെ അടിയിലൊരു കുറിപ്പ് എഴുതിയിരിക്കുക, ഇതാണ് മദ്യം ഉണ്ടാക്കുന്ന ഫാക്ടറി എന്ന് എഴുതി വെച്ചാൽ. അപ്പം നല്ല രസം. രണ്ടാമത് വേറൊരു വീട്, വലിയൊരു ബംഗ്ലാവ്, ധനാഢ്യനായ ഒരു മനുഷ്യൻ്റെ വലിയ ബംഗ്ലാവ്. എന്നിട്ട് അതിൻ്റെ അടിയിലൊരു കുറിപ്പ് എഴുതി വെച്ചിരിക്കുകയാണ്, ഇതാണ് മദ്യം വിൽക്കുന്നയാളുടെ
വീട്, ഒലിക്കുന്നൊരു വീട്, ഒരു ഓലപ്പുര പോലത്തെ ഒരു വീട്. അതിനകത്ത് പടുകളവനായ ഒരു മനുഷ്യൻ, വയറൊട്ടിയ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് വിഷമിച്ച് കരയുന്നൊരു പിക്ചറും ഒക്കെ ആയിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ഇതാണ് മദ്യം ഉപയോഗിക്കുന്നവൻ്റെ വീട്. ഹല്ലേലൂയ. സങ്കടം വന്നുപോയി. പക്ഷേ ഈ ഉള്ള പല വഴികളും അവര് ആരാഞ്ഞോടി നടക്കുമ്പം യേശു കർത്താവിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതികളായ നമുക്ക് ദൈവം ഫ്രീ ആയി തന്നിരിക്കുക ദൈവത്തിൻ്റെ സമാധാനം. ഹല്ലേലൂയ. യേശു പറയും, എൻ്റെ സമാധാനം അത് ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അത് ലോകം തരുന്നത് പോലെയല്ല. ഞാൻ തരുന്നത് വേറെ ഒരിടത്തുനിന്നും കടമെടുത്തിട്ട് തിരിച്ചു കൊടുക്കേണ്ടതല്ല. ഞാൻ തരുന്നത് എൻ്റെ സമാധാനം. ഹല്ലേലൂയ. അതാണ് ദൈവമക്കളുടെ കയ്യിലേക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ശേഷം 14-ാം അധ്യായത്തിൻ്റെ തുടക്കം ഒരു പ്രാവശ്യം കൂടെ യേശു കർത്താവ് വചനത്തിൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. 27-ാമത്തെ വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. എത്ര നല്ല കർത്താവ് യേശു കർത്താവ്. 2025 വർഷങ്ങൾക്ക് മുൻപ് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്നു. 9 ഇഞ്ച് മുകളിൽ നീളമുള്ള ഉരുക്കാണി 2 കൈത്തണ്ടകളിലും അടിക്കുവാൻ, 2 കാൽവെള്ളകളിലും ചേർത്തടിക്കുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു, നമുക്ക് വേണ്ടി യാതന അനുഭവിച്ചു, നമുക്ക് വേണ്ടി വേദന അനുഭവിച്ചു. യേശു കർത്താവ് നമുക്ക് വേണ്ടി സകലതും കാൽവറിയിൽ അനുഭവിച്ചു. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിച്ച് ഉറപ്പുള്ള ജീവിതം നയിച്ച് ദൈവരാജ്യത്തെ നോക്കി പാർത്ത് ക്രിസ്തു എന്ന വഴിയിലൂടെ സത്യസന്ധമായി നടന്ന് ദൈവപ്രവൃത്തി ഭൂമിയിൽ എത്ര നാൾ നമ്മളുണ്ടോ അതുവരെയും ജീവനുള്ള ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ആത്മാവിൻ്റെ നിറവിൽ ദൈവിക സമാധാനം അനുഭവിച്ച് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ സ്വർഗീയ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമുക്ക് വേണ്ടി അനുഭവിച്ച സകല യാതനകളെയും വേദനകളെയും ത്യാഗങ്ങളെയും ഒക്കെ നമുക്കൊരു നിമിഷം ഒന്നോർക്കാം. നമുക്ക് വേണ്ടി ഗബഥ എന്ന് പറയുന്ന കൽത്തളം മുതൽ യേശു കർത്താവ് താൻ അനുഭവിച്ച ത്യാഗങ്ങൾ, നമുക്ക് വേണ്ടി സഹിച്ച വേദനകൾ, നമുക്ക് വേണ്ടി സഹിച്ച പരിഹാസങ്ങൾ, എത്രയോ പേര് യേശുവിനെ തഴഞ്ഞു മാറ്റി നിർത്തി. താൻ തിരഞ്ഞെടുത്ത കൂടെ നിർത്തിയ ഒരപ്പത്തിൻ്റെ അംശിയായ ശിഷ്യൻ പോലും തന്നെ ഒറ്റിക്കൊടുത്തപ്പോൾ അവന് വേണ്ടിയും യേശു കർത്താവ് കാൽവറിയിൽ സകലതും സഹിച്ചെന്നുള്ളതാണ്. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഹൃദയംഗമായി പാടി ജീവനുള്ള ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുവിനെ നമുക്ക് ഹൃദയംഗമായി ആരാധിക്കാം. ദൈവമേ, അങ്ങയോട് ചേർന്ന് നടക്കുവാൻ, അങ്ങയുടെ കൂടെ ആയിരിക്കാൻ എന്നെയും എൻ്റെ കുടുംബങ്ങളെയും കർത്താവെ അങ്ങൊരുക്കണമേ. താഴ്ത്തിയേൽപ്പിക്കാം. കണ്ണുകളെ അടച്ച് ഹൃദയംഗമായി യേശുവിനെ മനസ്സിനകത്ത് ധ്യാനിച്ച് കർത്താവ് ചെയ്ത കാര്യങ്ങളെ ഓർത്തുകൊണ്ട്, ക്രൂശിൽ യേശു ശാപമായി തീർന്നതും നമുക്ക് വേണ്ടി മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും ഒക്കെ ചില നിമിഷങ്ങൾ ധ്യാനിച്ച് യേശു കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പിതാവിനെ വാഴ്ത്തി ആരാധിക്കാം.
ദൈവമേ. ഹല്ലേലൂയ. ഒരാള് 1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം അതിൻ്റെ 23 മുതൽ വായിക്കുന്നതിന് തൊട്ട് മുൻപ്, വായിക്കാൻ റെഡിയായി നിന്നോ? അതിൻ്റെ തൊട്ട് മുൻപ് യേശു കർത്താവ് ഈ കുരിശുമായി കാൽവറിയിലേക്ക് പോവുകയാണ്. വ്യത്യസ്തമായ പലയിടങ്ങളിൽ യേശു താൻ വീണു. തനിക്ക് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറം തൂക്കമുള്ള ഈ പയന്മര കുരിശ് ലോകജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി യേശു അത് വഹിച്ചു, സഹിച്ചു. നമുക്കൊരു സെൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ യേശു നമുക്ക് വേണ്ടി സകലതും വഹിച്ചു, സഹിച്ചു. സഭായോഗത്തിന് നമ്മൾ പറയുന്ന എക്സ്ക്യൂസും മഴയായിരുന്നു അല്ലേ? ഒരു എക്സ്ക്യൂസും ഈ കുരിശുമായി കാൽവറിയിലേക്ക് പോകുന്ന യേശു പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. യെശയ്യാവിൻ്റെ പുസ്തകം 53 അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്: ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അല്ലേ? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെയും അവനായിരുന്നു. അവന് രൂപഗുണമില്ല, അവന് കോമളത്വമില്ല, അവനെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. നമ്മുടെ യേശു കർത്താവ് സകലതും നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ അനുഭവിക്കുമ്പോൾ അവനൊരു രൂപഗുണമില്ലാത്ത, കണ്ടാൽ അറയ്ക്കുന്ന രീതിയിൽ, നമ്മളൊന്ന് നോക്കിയാൽ മുഖം ആ സെക്കൻഡിൽ മറയ്ക്കുന്ന രീതിയിൽ യേശു കർത്താവിൻ്റെ ശരീരം വിരൂപമായിരുന്നു. ഗബഥ എന്ന് പറയുന്ന കൽത്തളത്തിൽ ചാട്ടവാറുകൊണ്ട് യേശുവിനെ അടിക്കുമ്പം, പടയാളികൾ അവർ വാശിയോടെ അടിക്കുമ്പം, ഓരോ അടികളും നമുക്ക് വേണ്ടി യേശു ആ ഗബഥയിൽ കിടന്ന് സഹിച്ചു. ശരീരത്തിലെ സ്കിന്ന് മുഴുവനും വലിച്ചു കീറപ്പെട്ടു, മാംസങ്ങൾ കീറി മുറിക്കപ്പെട്ടു, ശരീരത്തിനകത്തൊളിഞ്ഞിരുന്ന അസ്ഥി കഷ്ണങ്ങൾ പുറത്തേക്ക് വന്നെന്നുള്ളതാണ്. ശിരസിൽ മുൾക്കിരീടം തറച്ചു. ഏതെല്ലാം വിധത്തിൽ യേശുവിനെ തേജോവധം ചെയ്യാമോ അതെല്ലാം യേശു കർത്താവിൽ ലോകം ചെയ്തു കൊടുത്തു. യെശയ്യാവ് വിളിച്ചു പറയാം, അവൻ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, അറിയത്തില്ല എന്തിനാ കൊണ്ടുപോകുന്ന, അതുപോലെ രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ ഈ യേശു കർത്താവ് നമുക്ക് വേണ്ടി മിണ്ടാതിരുന്നു, വായെ തുറക്കാതിരുന്നു. ഹല്ലേലൂയ. എന്നിട്ടും ലോകത്തിൻ്റെ ശിക്ഷാവിധി മുഴുവനും പിതാവ് യേശുവിൻ്റെ മേൽ കൊടുത്തു. നാമോ പിതാവ് അവനെ അടിച്ചും ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ നമ്മുടെ പാപത്തിനായിട്ടുള്ള ശിക്ഷ ഒരിക്കലായി യേശു കാൽവറിയിൽ അനുഭവിച്ചു. യേശുവിൻ്റെ ശരീരമുണ്ടല്ലോ വികൃതമായിട്ട് മാറി എന്നുള്ളതാണ്. ഈ യേശു കർത്താവ്, അർദ്ധപ്രാണനായ ഈ മനുഷ്യൻ യേശു കർത്താവ് കുരിശുമായി പോകുമ്പോൾ വ്യത്യസ്തമായ പലയിടങ്ങളിൽ വീണുമെഴുന്നേറ്റും താൻ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ മഹനീയമായി ചെയ്യുകയാ. അപ്പോളാ പരീശന്മാരും യഹൂദന്മാരും ഒക്കെ കൂടി കുറേനക്കാരനായ ശീമോനെ, വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവന് നിർബന്ധിച്ച് യേശുവിനെ സഹായിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വരിക. കുറിയോണ്ടൊക്കെ ഉടുത്ത് ഓടി യേശുവിൻ്റെ അരികിൽ വന്നു. തള്ളി മുമ്പോട്ട് ഓടിച്ചു വിടുകയെ നിർബന്ധിച്ചു. പക്ഷെ അവൻ വന്നു, കുരിശിൻ്റെ ചുവട് പിടിച്ചു. യേശുവിൻ്റെ ക്രൂശീകരണത്തെ സഹായിക്കുവാൻ, ആ ക്രൂശുമായി മുമ്പോട്ട് പോകുവാൻ കുറേനക്കാരന് ശീമോൻ യേശുവിനെ പിന്താങ്ങിയതേയുള്ളൂ. അവൻ്റെ തലമുറകളെ തമ്പുരാൻ അനുഗ്രഹിച്ചെന്നുള്ളതാണ്. അങ്ങനെ യേശു മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവസാനത്തുള്ള രക്തവും കാൽവറിയിൽ ഒഴുക്കി. പാപികളും ദോഷികളുമായ ഇരുട്ടിൻ്റെ രാജ്യത്തിൽ കിടന്ന നമ്മെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ മഹിമയുള്ള ഭവനത്തിലേക്ക്
യേശുവിൻ്റെ ക്രൂശീകരണത്താൽ നമ്മെ തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് ഞാൻ നന്ദി പറയാം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23 മുതൽ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ വായിച്ചാട്ട് സിദ്ധ ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി. ഞാൻ വായിച്ചോളാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം അങ്ങനെ നിങ്ങളെ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ നാം വിധിക്കപ്പെടുകയില്ല. യേശു കർത്താവ് ക്രൂശീകരണത്തിന് തൊട്ട് മുൻപ് 12 ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചിട്ട് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത മഹനീയമായ ശുശ്രൂഷയാ. ഞാൻ ഒരല്പസമയത്തിന് ശേഷം ഞാൻ ഇവിടുന്ന് പോകും, പക്ഷേ ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി എൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ചുള്ള കൂട്ടായ്മ നിങ്ങൾ അനുഭവിച്ചേ മതിയാവൂ. ആ ശുശ്രൂഷയിൽ ഭാഗവാക്കാകാൻ പുതിയ നിയമസഭയാകുന്ന എന്നെയും നിങ്ങളെയും തമ്പുരാൻ വിളിച്ചതോർത്ത് ഞാനിവൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ, പിതാവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ ഒരു നിമിഷം ഒന്ന് ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷ അനുഭവിക്കുവാൻ തക്കതായ മറ്റെന്തെങ്കിലും പാപങ്ങളോ കാരണങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാനും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിപ്പാനും നമുക്കൊരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ കരം കൊണ്ട് ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശുവിൻ്റെ 2 കരവും തുളയ്ക്കപ്പെട്ടു. നമ്മൾ നടന്നു ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശുവിൻ്റെ 2 കാലുകളും തുളയ്ക്കപ്പെട്ടു. നമ്മൾ ശരീരം കൊണ്ട് ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശുവിൻ്റെ ശരീരം 39 ചാട്ടവാറിൻ്റെ അടിയാൽ മുറിവേൽക്കപ്പെട്ടു. നമ്മൾ ചിന്തിച്ച് ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. ഹൃദയം കൊണ്ട് ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി വിലാപ്പുറം കുത്തി തുളച്ചു. നമ്മൾ ചെയ്ത സകല പാപത്തിൻ്റെയും പരിഹാരത്തിന് വേണ്ടി, നമ്മൾ ചെയ്ത സകല ദൈവഹിതമല്ലാത്ത അനിഷ്ടങ്ങൾക്ക് വേണ്ടിയും യേശു കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു. യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ജീസസ് ലോർഡ്. Amen.
സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഭക്ഷണപാനീയങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെ ശരീരവും അവിടുത്തെ രക്തവുമായി ഈ അപ്പവീഞ്ഞങ്ങളെ ഹൃദയത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും അപ്പോൾ തന്നെ ഇത് മുറിച്ച് ഞങ്ങൾ പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയും ദൈവത്തോടുള്ള അല്പം കൂടെ അടുപ്പവുമായി മാറാൻ കൃപ ചെയ്യണമേ. പാപബോധത്തെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം അവർക്ക് പകർന്നു കൊടുക്കണമേ. ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ഇതൊരു മുഖാന്തരമായി മാറണമേ. കരം നീട്ടുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രാഗൽഭ്യത്തോടെ യോഗ്യതയോടെ ഈ ശുശ്രൂഷ അനുഭവിപ്പാൻ തമ്പുരാൻ കൃപ ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. സെൽഫായി ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരാൾക്ക് വേണ്ടി വേഗം ഒന്ന് പ്രാർത്ഥിക്കാം. ഒരാളെ ഒന്ന് കണ്ടെത്തിയിട്ട് ചോദിക്കുക, എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ എന്നൊന്ന് ചോദിച്ചിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ബ്ലെസ് ചെയ്തിട്ട് വേഗം ദൈവസന്നിധിയിലിരിക്കാം. പ്ലീസ് ദൈവസന്നിധിയിലിരിക്കാം. നമുക്ക് പുതുതായി വന്നവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ? ഈ ആഴ്ചയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരാരെങ്കിലും? ആരുമില്ല. ഈ ആഴ്ചയിൽ വെഡിങ് ആനിവേഴ്സറി, വിവാഹ വാർഷികമുള്ളവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇന്ന് നിങ്ങൾ എബ്രഹാമിനെ കണ്ടല്ലോ അല്ലേ? പുറകോട്ടൊന്ന് നോക്കിക്കേ. എബ്രഹാം വന്നിട്ടുണ്ട്. എബ്രഹാം നല്ല ആരോഗ്യവാനായി. ഒന്ന് മുമ്പോട്ട് വരാമോ? ഹല്ലേലൂയ. ഉറങ്ങാതെ വണ്ടി ഓടിക്കണം എന്നുള്ള ഒരു പാഠമാണ് എബ്രഹാമിൽ കൂടി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഉറങ്ങാതെ എന്ത് ചെയ്യണം? 2 വീലർ ഓടിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ അറിയുന്നു. മോൻ്റെ സാക്ഷ്യം കർത്താവ് കഴിഞ്ഞ 4 മാസം നടത്തി. നമുക്കൊന്നിച്ച് പ്രിയമകൻ്റെ സാക്ഷ്യം കേൾക്കാം. ശേഷം ബാക്കിയുള്ള ശുശ്രൂഷയിലേക്ക് നമുക്ക് കിടക്കാം. ദൈവനാഥ് മാറ്റം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു എനിക്ക് ഇത് സംഭവിച്ചത്. 6 മാസക്കാലം വീടിൻ്റെ അകത്തളത്തിലായിരുന്നു. 6 മാസക്കാലം വെളിയിലോട്ട് ഇറങ്ങുവാനോ ഒന്നും സഹായിച്ചില്ല. സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ജെസ്സി ബേക്കറിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് പോകുന്ന വഴിക്ക് മാങ്കുടിപ്പടി, ചെമ്പക്കര മാങ്കുടിപ്പടി വെച്ച് എൻ്റെ മൈൻഡ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ഉറങ്ങിപ്പോയതൊന്നുമല്ല, മൈൻഡ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. നേരെ ഒന്ന് മതിലിലോട്ട് ഇടിക്കുമായിരുന്നു. വണ്ടി നേരെ ഒന്ന് മതിലിൽ ഇടിക്കുന്ന മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ആൾക്കാർ വന്ന് പൊക്കിയെടുക്കുമ്പോഴാണ് കാലൊടിഞ്ഞു എന്നൊക്കെ ഞാൻ അറിയുന്നത്. അന്നേരം തന്നെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അന്ന് മുതൽ മെഡിക്കൽ കോളേജിലായിട്ടും പാമ്പാടി ആശുപത്രിയിലായിട്ടും 2 ആശുപത്രിയിലായിട്ട് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഇവിടെ നേരെ വീട്ടിൽ വന്നു. 6 മാസക്കാലം ബെഡ് തന്നെയായിരുന്നു. വെളിയിലോട്ട് ഇറങ്ങുവാനും ഒന്നും സഹിച്ചില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എണീച്ച് നടക്കാൻ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, എണീച്ച് നടന്നോ, കുഴപ്പമില്ല, അധികം ബസ്സേ കയറണ്ട, കൂടുതൽ നേരം നിൽക്കേണ്ട, സ്കൂട്ടർ ഓടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കാരണം ഞാൻ ഞായറാഴ്ചകളിലാണ് ഞാൻ ഓർത്ത്, ദൈവമേ ഞായറാഴ്ച എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം, അതിനുള്ള അവസരം ഒരുക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇന്ന് മുതൽ ഇവിടെ വരുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് എല്ലാവരോടും ഞാൻ നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും, വന്ന് കണ്ട എല്ലാവർക്കും പ്രത്യേക ദൈവത്തിന് ഞാൻ നന്ദി കരയറ്റുന്നു. ഇനിയും കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് ആത്മീയത്തിലാണെങ്കിലും മീഡിയയിലാണെങ്കിലും കൂടുതൽ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കണം. ദൈവത്തിൻ്റെ കൃപ വേണം. അതിനെ ദൈവം സഹായിക്കണം. മുന്നോട്ടുള്ള എല്ലാത്തിലും ദൈവം എന്നെ
നിർത്തണം. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുക. കാലിൽ കമ്പി കിടപ്പുണ്ട്, ഇനി ജനുവരിയിൽ അതിനുവേണ്ടി പോകണം, കമ്പി എടുക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ പുതുതായിട്ട് ഞാൻ 6 മാസമായി വന്നിട്ട് പുതുതായിട്ട് ഒത്തിരി കുടുംബങ്ങൾ വന്നിട്ടുണ്ടെന്ന് ദേവദാസൻ പറഞ്ഞു. എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പുതുതായി വന്നവരുണ്ട്, പക്ഷേ പഴയ ആൾക്കാരെല്ലാം ആബ്സെൻ്റാ. ഈ എബ്രഹാമിൻ്റെ ഒരു ഇഷ്യൂ എന്നാന്ന് ചോദിച്ചാൽ, കടയിൽ ജോലി ചെയ്യുന്ന ആ കടയിൽ നിന്ന് ഇറങ്ങുമ്പം 11:30, മിക്കവാറും 12 മണിയാകും രാത്രി. രാവിലെ വന്ന് കയറുകയും ചെയ്യണം. പിന്നെ വീട്ടിൽ ചെന്ന് അതിനുശേഷം വീട്ടിൽ ചെന്നു, കുളിയെല്ലാം കഴിഞ്ഞു, ഭക്ഷണമെല്ലാം കഴിച്ചു കഴിയുമ്പോൾ നല്ലൊരു സമയമാവും. ശരിക്കും പറഞ്ഞാൽ ഈ ഉറക്കത്തിൻ്റെ നല്ല ഒരു കുറവ് എബ്രഹാമിൻ്റെ അല്ല. ഞാനതെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് അതനുസരിച്ചുള്ളൊരു ജോലി മതി. പക്ഷെ അങ്ങനെയുള്ള ഒരു ജോലി കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എന്തായിരുന്നാലും എബ്രഹാമിൻ്റെ വിദ്യാഭ്യാസവും ആരോഗ്യവും കഴിവും വെച്ചുള്ള ഒരു ജോലി ദൈവം ഒരുക്കി കൊടുക്കണം. അപ്പോൾ തന്നെ ശുശ്രൂഷയിൽ ദൈവം മാനിക്കണം. പപ്പായും അമ്മയും അനിയനും AGയിലാണ്, അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലാണ് അവർ പോകുന്നത്. വർഷങ്ങളായിട്ട് എബ്രഹാം നമ്മുടെ കൂടെ ഉണ്ട്. ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പം അവരുടെ പേരൻസ് ഒരു നിയമം വെച്ചിരുന്നു, AG വിട്ട് ഇനി പോകാൻ പാടില്ല. അപ്പോഴത്തേക്ക് പിന്നെ അവിടെയൊക്കെ ചില സംവാദങ്ങളൊക്കെ നടന്നു. പക്ഷേ എന്തായിരുന്നാലും അവസാനം ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് വരണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല, അതൊക്കെ എബ്രഹാമിൻ്റെ തീരുമാനമാണ്. എബ്രഹാം പറഞ്ഞു, അപ്പനോടും അമ്മയോടും പറഞ്ഞു, ഞാൻ ഇനി കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലും ഗ്രേസ് ഫാമിലിയിൽ നിന്നല്ല, അല്ലാതെ ഞാൻ വേറെ ഒരു വഴിയിൽ കൂടി ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഇത്രേ പറഞ്ഞുള്ളൂ അപ്പനോടും അമ്മയോടും. എനിക്ക് എന്നെ സ്നേഹിച്ചവരോടും എന്നെ കരുതിയവരോടും ഒക്കെ എനിക്ക് നന്ദി കാണിക്കണം. അപ്പം എന്നെ കരുതിയവരോട് നന്ദികേട് കാണിച്ചിട്ട് പോവുക എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് എബ്രഹാം പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഞാൻ ദൈവത്തിന് നന്ദി പറയാം. അതൊരു വലിയ പാഠമാണ്. എന്തായിരുന്നാലും ഇനിയുള്ള സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ എബ്രഹാമിനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും അപ്പോൾ തന്നെ നല്ലൊരു ജോലി ദൈവം കൊടുക്കാനായിട്ട്, അലച്ചിലില്ലാത്ത ഒരു ജോലി നമുക്കൊന്നിച്ച് നമ്മുടെ കരങ്ങളെ നീട്ടിപ്പിടിക്കാം. പ്രിയ എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ എടുത്തിരിക്കുന്ന ആത്മീക തീരുമാനങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയ മകനെ അനുഗ്രഹിക്കണം. കാലിൻ്റെ ആ ഫ്രാക്ചർ കർത്താവെ അങ്ങ് സൗഖ്യമാക്കി നന്ദി. ഇനിയും മുമ്പോട്ട് നിൻ്റെ മകനെ നടത്തണമേ. കർത്താവിനെ സ്നേഹിക്കാനും സേവിക്കാനും ആരാധിക്കാനും കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും ഒക്കെ ഈ പ്രിയ മകൻ്റെ ആ ശിഷ്ടായുസിനെ അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് നന്ദി. വേദനയിൽ നിന്ന് സൗഖ്യം കൊടുത്ത ദൈവത്തിന് നന്ദി. എബ്രഹാം ഗ്രേസ് ഫാമിലിക്ക് ഒരനുഗ്രഹമായിരിക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു മോനെ. താങ്ക് യു. പിന്നെ പുതിയതായിട്ട് വന്നവരോട് ഞാൻ പുതിയ കുടുംബങ്ങളോട് ഒരു കാര്യം പറയാം. നമുക്ക് യൂട്യൂബിൽ നമുക്ക് ഗ്രേസ് ഫാമിലി ചർച്ചിന് ഒരു ചാനലുണ്ട്. പുതിയതായിട്ട് വന്നവരും എല്ലാവരും ആ ചാനൽ ഗ്രേസ് ഫാമിലി ചർച്ച് കറുകച്ചാനൽ അടിച്ച് ആ ചാനൽ കിട്ടും. ആ ചാനലിൽ കൂടെ നമുക്ക് എല്ലാ ഞായറാഴ്ചയും ഇന്നു മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഞായറാഴ്ചയും നമുക്ക് ലൈവ് സൺഡേ വർഷിപ്പ് പോകുന്നുണ്ട്. അതുകൊണ്ട് വരാൻ പറ്റാത്തവർക്കാണെങ്കിലും വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ സഭായോഗത്തിൽ പങ്കുചേരാം എല്ലാവരും. പിന്നെ നമുക്ക് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, ഗ്രേസ് ഫാമിലി ചർച്ച് എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ട്. രണ്ടിലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക. അടുത്ത ഞായറാഴ്ച കസേരയെല്ലാം അടുക്കി ഇടണമെന്നാണോ എൻ്റെ അർത്ഥം? അല്ല, വരാൻ പറ്റാത്തവർക്ക്. താങ്ക് യു മോനെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. നമുക്ക് കരപിടിച്ച് ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേഗം സമയത്ത് ഇച്ചിരി മുമ്പോട്ട് പോയി സമയം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേഗം സമയത്തെ മാറ്റിവെക്കാം. കേരളത്തിനായി, ഭാരതത്തിനായി, നമ്മുടെ 14 ജില്ലകൾക്കായി, കേരളത്തിലെ 28 സംസ്ഥാനങ്ങളെയൊക്കെ നമുക്ക് ഓർത്ത് ഭാരതത്തിലും കേരളത്തിലുമൊക്കെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് മറ്റുള്ള ഇതര സഭകളെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഇതര ഈ ചർച്ചിനെ, ഈ കുടുംബത്തെ ഓർത്ത്, നമ്മുടെ 69 കുടുംബങ്ങളെ ഓർത്ത് ഈ ചർച്ചിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ജനറേറ്റർ, മറ്റേ സെമിറ്ററിയുടെ ലാൻഡ്, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു നിമിഷം നമുക്കൊന്ന് ഓർക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. നമ്മുടെ കൈ ഒന്ന് കോർത്ത് പിടിക്കാമോ? സ്തോത്രം പറയാതെ ആരും ഇരിക്കേണ്ടത്. കാരണം എല്ലാവരും സ്തോത്രം പറയണം. എല്ലാവരും നമ്മുടെ പ്രാർത്ഥന തന്നെ ഒരു ജീവൻ ഉണ്ടായിരിക്കണം. സാലു ശബ്ദമുയർത്തി മോളൊന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ. ദൈവസഭയ്ക്ക്, ഭാരതത്തെ,
രാജ്യത്തെ, കേരളത്തെ, 28 സംസ്ഥാനങ്ങൾ, 14 ഡിസ്ട്രിക്റ്റ്, എല്ലാ സഭാ ശുശ്രൂഷകർ, അപ്പോൾ തന്നെ ഗ്രേസ് ഫാമിലി ചർച്ചിനെയും കുടുംബങ്ങളെയും എല്ലാം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ശാലു സിസ്റ്റർ ശബ്ദം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ് ലോർഡ്. യെസ് ലോർഡ്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നപ്പാ പാ സ്തോത്രം. യെസ് ലോർഡ്. സ്തോത്രം, സ്തോത്രം. യെസ്, ആമേൻ, 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 ആമേൻ. കരം ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാം. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. പരിശു ചേർന്ന് പാടിയാട്ടെ, എല്ലാ ശബ്ദവും ഉയർത്തി. പാട്ട് പാടല്ലേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിട. കൃപകളും വരങ്ങളും ചൊല്ലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ചൊല്ലിച്ചിടുവാൻ. സ്പീഡില്ല. ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാ മൊത്തം കുഴപ്പമില്ല. ഇച്ചിരി കൈവിട്ട് പോയി. നമ്മുടെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം വിളിച്ചു വിട്ടതാ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ സഹകരിച്ചതിന് ഒത്തിരി നന്ദി. വചനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. വചനം പഠിക്കുക, കേൾക്കുക എന്നുള്ള ഉത്തരവാദിത്വം. നമ്മുടെ ഹൃദയം കൊണ്ട് കേൾക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ, അതനുസരിച്ച് വചനപ്രകാരം ജീവിപ്പാൻ സ്വർഗ്ഗദൈവം നമുക്ക് കൃപയും ഭാഗ്യമൊക്കെ തരട്ടെ. യേശു ഒരു ദിവസം സന്ധ്യയായപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, വാ നമുക്ക് അക്കരയ്ക്ക് പോകാം. യേശുവും ശിഷ്യന്മാരും ഒരു പടകിൽ കയറി അവർ യാത്ര ചെയ്യും. അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാറ്റും കോളും ഉണ്ടായി. പടകിലേക്ക് തിര തള്ളിക്കയറുന്നു. പടക് ആടി ഉലയുന്നു. ആകെ പ്രശ്നം. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുമായിരുന്നു, അങ്ങനെയാ പറയുന്നത്. ഇത് ഈ കാറ്റും കോളും എല്ലാം കൂടെ വളരെ ശക്തമായി മുമ്പിൽ വന്നപ്പോഴത്തേക്ക് ഇവർ ചെന്നിട്ട് യേശുവിനെ വിളിച്ചു ഉണർത്തി. യേശു എഴുന്നേറ്റ് നിന്നു, കാറ്റിനെ ശാസിച്ചു. കാറ്റെ അടങ്ങ്, അല്ലേ, കടലെ അടങ്ങ്, കാറ്റെ ശാന്തമാകും. അങ്ങനെ സംഭവിച്ചു. എന്നിട്ട് ഈ സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പരസ്പരം ചോദിക്കുക, കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലേ, ഇവൻ ആരാ? യേശു ആരാ? സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കി. ഞാനതിൻ്റെ ചെറിയൊരു വിഷയം കൊണ്ടുവരാം. ഇവർ ഈ കടലിലെ ശാന്തതയൊക്കെ കഴിഞ്ഞ് നേരെ വന്നെത്തിയത് ഗദര ദേശത്തേക്ക്. ഗദര എന്ന് പറയുന്ന ഒരു ദേശം. അപ്പം ശിഷ്യന്മാരുമായിട്ട് യേശു കർത്താവ് ഗദര ദേശത്തേക്ക് വന്ന് കാൽ ചവിട്ടിയപ്പോൾ
ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ ഓടി വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. ഹല്ലേലൂയ. അതിൻ്റെ ആ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. 5-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ താഴേക്കുള്ള വേദഭാഗങ്ങൾ ഞാനത് വായിച്ചു വിടുന്നില്ല. ഈ മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. എന്നിട്ട് അവൻ എഴുന്നേറ്റ്. ഇവൻ്റെ ചരിത്രങ്ങൾ ആ ഭാഗം നമ്മളെ പഠിപ്പിക്കുമ്പം ഇവൻ സുബോധമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു, ബോധമില്ല. അവൻ്റെ സ്വന്തം നാട് ദക്കപ്പൊലി, അപ്പനുമുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവൻ്റെ സമനില തെറ്റിയിട്ട് ഒരു മാനസിക വിഭ്രാന്തിയിൽ കഴിയുമ്പം അവനെ കൊണ്ട് ഗദരദേശത്തെ കല്ലറകളിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് വീട്ടുകാർ പോയി. കല്ലറയിൽ ഉപേക്ഷിക്കുക മാത്രമല്ല, ചരിത്രം പഠിക്കുമ്പോൾ പറയുന്നു ചങ്ങലകൾ കൊണ്ട് ഇവൻ്റെ ശരീരം ബന്ധിച്ചു. സ്വന്തമായി വസ്ത്രം ധരിക്കാൻ നാണമോ മാനമോ തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥ, സുബോധമില്ല. ഇവൻ്റെ ശരീരത്തിൽ ബന്ധിച്ചിരുന്ന ചങ്ങല കല്ലുകളിലും കല്ലറകളിലും ഇട്ട് ഒരച്ച് അതിനെ പൊട്ടിക്കാൻ താൻ സ്വയം ശ്രമിച്ചു, നടക്കുന്നില്ല. കല്ലെടുത്ത് സ്വയം തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. അറിയത്തില്ല എന്താ സംഭവിക്കുന്നതെന്ന്, വേദന തനിക്കറിയാൻ സാധിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ സുബോധമില്ലാതെ, നാണം എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാതെ, ശരീരത്തിലെ വേദന എന്താണ് എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ വയ്യാതെ, അശുദ്ധാത്മാവ് ബാധിച്ച ചെറുപ്പക്കാരൻ നാളുകളായി ഗദരദേശത്ത് കിടന്നു വിഷമിക്കുക. ഇത് യേശു ദൂരത്തിരുന്നേ ഗ്രഹിച്ചു. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഈ ഗദരദേശത്തേക്ക് കൊണ്ടുവരികയാണ്. യേശു കർത്താവിനെ കണ്ട ഉടനെ ഈ ഭൂതഗ്രസ്തൻ കവിണ്ണു വീണു. എന്നിട്ട് പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. യേശു കർത്താവ് ചെയ്തത് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല ചെയ്തത്. യേശു കർത്താവ് ഇവൻ്റെ ശരീരത്തിൽ ബാധിച്ച ഭൂതങ്ങളെ ശാസിച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ ഭൂതഗ്രസ്തനായ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. യേശു ഭൂതത്തെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ ഇവന് സുബോധം വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേട്ടു, കല്യാണ ശുശ്രൂഷയിൽ. ഉറങ്ങുന്നവർ സ്തോത്രം പറയാമോ? അവൻ അനുസരണമുള്ളവനാ. ഉറങ്ങരുതേ. ഉറങ്ങുന്നവർ ജസ്റ്റ് ഒന്ന് ഇടിച്ച്, നമ്മൾ ഒത്തിരി പേരില്ലല്ലോ, തോളിലിട്ടൊന്ന് ഇടിച്ച്, ചെറുതായിട്ടൊന്ന് ഇടിച്ച്, ജസ്റ്റ് ഒന്ന് ഇടിച്ച്. ഓക്കെ, ഉറങ്ങരുത് കേട്ടോ, ആരും ഉറങ്ങരുത്. ഇനി ഞാൻ പേരിവിടെ സ്ക്രീനിൽ ഇടാൻ പറയാം, ഒന്ന് ഇടണേ. മോനെ ആ ഫോട്ടോ ഒന്ന് എടുത്തോണം, ഉറങ്ങുന്നവരുടെ സ്ക്രീനിൽ ഇടാനായിട്ട്. അപ്പോൾ ഒരു വീട്ടിൽ ശുശ്രൂഷിക്കുമ്പോൾ ഒരു ദേവദാസൻ പറഞ്ഞു, സുബോധം. ഈ കല്യാണ പെണ്ണൊക്കെ സ്റ്റേജിൽ കയറി വരുമ്പം അതിൻ്റെ മാന്യമായി എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ വിട്ടു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡയലോഗ് കൂടെ. അപ്പോൾ സജിതയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സുബോധം വന്നപ്പോഴാണ് വസ്ത്രം ധരിച്ചതെന്ന്. ഈ സുബോധം വെച്ചുകൊണ്ടാണ് കല്യാണ പെണ്ണിൻ്റെ വെച്ചുകൊണ്ട് അവർ കമ്പയർ ചെയ്തത്. ആ സുബോധം എന്താ, ഈ സുബോധം എന്താ? ഞാനങ്ങ് ഞെട്ടിപ്പോയി. വേറെ ആരുമല്ല, നമ്മുടെ അടുത്തുള്ള ദേവദാസനായി ശുശ്രൂഷിച്ച്. ഈ സുബോധം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇത് ഇപ്പോഴും തലയ്ക്കകത്ത് കയറില്ല. അപ്പം സജിത അത് കേട്ടപ്പോഴത്തേക്ക് ഈ ദേവദാസൻ പറയുക, ഇപ്പം പള്ളിയിലെ ഒരു പെങ്കൊച്ച് ഒരുങ്ങി വരുമ്പം വസ്ത്രം ധരിക്കാനായിട്ട് എന്താ പൈസ ഇല്ലേ, 5 മീറ്ററാണോ, ഞാൻ 5.5 വാങ്ങിച്ചു തരാം എന്തൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹാസ്യപ്രകടനത്തിലുള്ള ഒരു മെസ്സേജൊക്കെ. അപ്പം സജിത പറയുക, ആദ്യം പുള്ളിയുടെ വൈഫിന് വാങ്ങിച്ചു കൊടുക്കണമെന്ന് എന്നോട് സജിത പറഞ്ഞു. ഏതായാലും ഞാൻ കമൻറ്റ് ചെയ്തൊന്നുമില്ല, ചെയ്യാതിരിക്കട്ടെ, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ അതല്ല, ഇവൻ ഇത് ഭൂതഗ്രസ്തനാ. ഇവൻ്റെ ശരീരത്തിൽ 1ഉം 2ഉം അല്ല, 6000 ഭൂതം. എത്രയാ? 6000. അപ്പം ഈ 6000 ഭൂതം, ഈ ഒരു ഭൂതം ശരീരത്തിലുണ്ടെങ്കിൽ ഇവൻ കാട്ടിക്കൂട്ടുന്ന ബഹളം കാണണം. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, പെരുമലയിൽ ഒരു മീറ്റിങ്ങിൽ, അല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ, പെരുമലയിൽ ഒരു മീറ്റിങ്ങിൽ പോയപ്പോൾ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലൊരു പെങ്കൊച്ച്, +1 പഠിക്കുന്ന കൊച്ച്, അവൾ അങ്ങോട്ട് ഇളകിയിട്ട് അവിടെ വെള്ളം കുടിക്കാൻ വെച്ച കപ്പും ജഗ്ഗും എല്ലാം തകർത്തു, പാവരെ വലിച്ചു കയറി. ഒരു ഭൂതമേ ഉണ്ടായിരുന്നു, ഒറ്റ ഭൂതം. അത് ആ ദേശത്തിൻ്റെ അധിപതി. ശാസിച്ചു, പ്രാർത്ഥിച്ചു, മീറ്റിംഗ് ഒക്കെ വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ ഇനി പോന്നു. ഒരെണ്ണം ബാധിച്ചപ്പോൾ ഇങ്ങനെ, ഇവിടെ എത്രണ്ണമാ? 6000. പിന്നെ ശരീരം മുറിവേൽപ്പിക്കാതിരിക്കുവോ, സ്വയം വേദനിപ്പിക്കാതിരിക്കുവോ, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഭൂതഗ്രസ്തൻ യേശുവിൻ്റെ അരികിൽ വന്നിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. യേശു ഈ ഭൂതങ്ങളെ ശാസിച്ചു. അപ്പം ഈ ഭൂതങ്ങൾ പറയുക, അയ്യോ ഞങ്ങളെ ജീവനോടെ വിടണം.
പൊയ്ക്കോളം പറഞ്ഞു. 2000 പന്നികളിൽ ഒരെണ്ണത്തിൻ്റെ മേളിൽ 3 എണ്ണം വെച്ച് 6000 ഭൂതം ഓടിപ്പോയി. അങ്ങനെ 2000 പന്നികൾ കടുംതൂക്കത്തോടെ വെള്ളത്തിൽ, അത് കടുംതൂക്കത്തോടെ എന്ന് പറയാൻ ഒന്നിച്ചു പോയെന്നാ കേട്ടോ, വലിയ എന്തുവാ അതിന് പറഞ്ഞത്, കൊക്കയുടെ മേളിൽ നിർത്തി അടിയൊന്നുമല്ല, വെള്ളത്തിൽ ചാടി പന്നികളെല്ലാം അതിലത് ചത്തു, അതങ്ങ് പോയി. പക്ഷേ സംഭവിച്ചത്, ഈ ലഗ്യോന്യ ശക്തി ഭരിച്ചുകൊണ്ടിരുന്ന ഈ ഭൂതഗ്രസ്തനായ മനുഷ്യൻ യേശുവിൻ്റെ കൽപ്പനയിൽ, വാക്കിൽ അവൻ സൗഖ്യമായി. ശരിക്കും പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ്റെ ഇന്നലകളിലെ യേശു കാണുന്നതിന് മുൻപുള്ള അവൻ്റെ ജീവിതം, അവനെ ഭരിച്ചുകൊണ്ടിരുന്നത് സാത്താന്യ ലോകമായിരുന്നു. അവൻ വസ്ത്രം ധരിക്കാത്തതും ആഹാരം കഴിക്കാത്തതും അവൻ ചൊവ്വേ നേരെ നടക്കാത്തതും അവൻ്റെ ശരീരത്തെ ദണ്ണിപ്പിക്കുന്നതിൻ്റെ ഒക്കെ പിന്നിലെ രഹസ്യം വേറെയൊന്നുമല്ല. അവനെ ഭരിക്കുന്നത് മറ്റേതോ ഒരു ശക്തിയായിരുന്നു. അവൻ ആരാധിച്ചതും ഒരുപക്ഷെ മറ്റേതോ ഒരു ശക്തിയായിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ഈ ലഗ്യോന്യ ശക്തി ബാധിച്ച ഈ ദക്കപ്പൊലി നാട്ടിലെ ചെറുപ്പക്കാരനെ യേശു സൗഖ്യമാക്കിയതുപോലെ ഇരുട്ടിൻ്റെ രാജ്യത്തിനകത്ത് നിന്ന് കാൽവറി ക്രൂശിൽ പുത്രനായ യേശു രക്തം കൊടുത്ത് വില കൊടുത്ത് നമ്മളെ വാങ്ങിയപ്പോൾ നമ്മളും സാക്ഷാൽ സ്വതന്ത്രരായി മാറി. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മളും 6000 ഭൂതമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ഭൂതങ്ങളെ കൊണ്ടാണ് നടന്നിരുന്നത്, അല്ലേ? ആയിരുന്നേ. ആവശ്യമില്ലാത്തതിനെ ആരാധിച്ചും ആവശ്യമില്ലാത്തതിൻ്റെ മുൻപിൽ വന്നിച്ചും ആവശ്യമില്ലാത്തതിൻ്റെ മുൻപിൽ വീണും ഉരുണ്ടും ഒക്കെ നമ്മളും ഈ കാലഘട്ടത്തിൽ ജീവിച്ചതാ. പക്ഷേ എന്തോ സർവശക്തനായ ദൈവത്തിന് നമ്മോടൊരു ഇഷ്ടം. ഹല്ലേലൂയ. ആ ഇഷ്ടം തോന്നിയത് കൊണ്ട് നമ്മളെ പിതാവായ ദൈവത്തിൻ്റെ കൂടെ ഇരുത്തണമെന്നുള്ള പിതാവിൻ്റെ ആ ഇഷ്ടം നമ്മളിൽ വന്ന് ജനിച്ചതെങ്ങനെയാണെന്നോ, പുത്രൻ്റെ കാൽവറിയിലെ ക്രൂശീകരണം. ആ ക്രൂശീകരണമാണ് യേശു കർത്താവിൻ്റെ ക്രൂശീകരണം. ആ യേശു കർത്താവിൻ്റെ ത്യാഗം, ആ യേശു കർത്താവിൻ്റെ മരണം, ആ യേശു കർത്താവിൻ്റെ അടക്കം, ആ യേശു കർത്താവിൻ്റെ പുനരുത്ഥാനമാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ തമ്പുരാൻ നമ്മുടെ കയ്യിൽ തന്നത്. ഹല്ലേലൂയ. 12 വർഷക്കാലം വീടിനകത്ത് സമൂഹത്തെ പേടിച്ച്, നാട്ടുകാരെ പേടിച്ച്, കുലത്തെ പേടിച്ച്, കുലമഹിമകളെ പേടിച്ച്, നിയമങ്ങളെ പേടിച്ച് ഒളിച്ചിരുന്ന 12 വർഷക്കാലമായി രക്തസ്രാവം ബാധിച്ച സ്ത്രീ, അവൾ യേശു വരുന്നെന്ന് കേട്ടപ്പോൾ ഓടിച്ചെന്ന് യേശുവിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ പൂർണ്ണ സൗഖ്യം. സ്വർഗം കൊടുത്തെങ്കിൽ അതിൻ്റെ പിന്നിൽ നടന്നത്, എടി കുഞ്ഞേ, നീ ഇനി മേലാൽ ആ മുറിക്കകത്ത് ഒതുങ്ങിക്കിടക്കരുത്. നീ ആർക്കും അടിയറവ് പറഞ്ഞ് ഒരിക്കലും അതിനകത്ത് ആ ഇരുട്ടിൻ്റെ രാജ്യത്തിൽ കിടക്കരുതെന്നും പറഞ്ഞ് എൻ്റെ തമ്പുരാൻ അയച്ച ശക്തിയാ ആ സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കിയത്. ഇതിൻ്റെ പേരാ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അടുത്ത പദം എന്താണെന്നറിയാമോ? പ്രമാണം. ഏത് പ്രമാണം? ന്യായപ്രമാണം. 490 പ്രമാണങ്ങൾ ദൈവജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തമ്പുരാൻ തന്നെ തന്നതാ. പക്ഷെ പാലിക്കാൻ പറ്റാതെ വന്നപ്പോൾ നിയമങ്ങളും പ്രമാണങ്ങളും എല്ലാം കാറ്റിൽ പറത്തിയിട്ട് തമ്പുരാൻ എന്ത് ചെയ്തു? വാഗ്ദത്ത സന്തതിയായ പുത്രൻ തമ്പുരാനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ തന്നപ്പോൾ നമ്മെ വീണ്ടെടുക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് സാധിച്ചു. അതാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ സ്വാതന്ത്ര്യം എങ്ങനെ ഉപയോഗിക്കല്ല്? മോശമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചേക്കരുത്. പിന്നെ എങ്ങനെയാ? ദൈവം എന്നെ തിരഞ്ഞെടുത്തെന്നും എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയെന്നും ഇനി ഞാൻ കർത്താവിൻ്റെ മകനാണെന്നും ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കേണ്ടവനാണെന്നുമുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ഈ സ്വാതന്ത്ര്യം ദൈവത്തെ ആരാധിക്കാൻ വിട്ടുകൊടുത്ത് ജീവിപ്പാൻ തമ്പുരാൻ നമുക്ക് കൃപ തരട്ടെ. ഹല്ലേലൂയ. ഈ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടവർ ജീവനുള്ള ദൈവത്തിന് കൊടുക്കേണ്ട സമയങ്ങളിൽ വില കൊടുത്തും കർത്താവിനെ ആരാധിക്കേണ്ട സമയങ്ങളിൽ ആരാധിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ തമ്പുരാൻ നമ്മളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവമക്കളെ, നമ്മുടെ ജീവിതം, ഇന്നലകളിലെ നമ്മുടെ ജീവിതവും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം നാം എവിടായിരുന്നു. പക്ഷേ
100% വചനം എഗ്രി ചെയ്യുന്നു. വിശ്വസിക്കുന്ന നമ്മെ, യേശുവിൽ വിശ്വസിക്കുന്ന നമ്മെ അവൻ പൂർണ്ണമായി കാൽവറിയിലെ ത്യാഗത്താൽ സ്വതന്ത്രരാക്കി എന്നുള്ള സന്ദേശത്തോടുകൂടി, അറിവോടുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൽ ജീവിപ്പാനായിട്ടും സ്വർഗീയ ദൈവം നമുക്ക് കൃപയും ഭാഗ്യവും തരട്ടെ എന്ന് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സൈഷൻ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ ഈ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുകത്തിൽ പ്രമാണത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. നിയമങ്ങൾക്കകത്ത് കുടുങ്ങിപ്പോകരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കണം. നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് പ്രവർത്തിക്കണമേ. ആ പാട്ട് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ എന്നുള്ള പാട്ടിൻ്റെ ആ വരികൾ നമ്മളൊരു പ്രാവശ്യം കൂടെ പാടി ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച് നമ്മൾ മടങ്ങുകയാണ്. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. കൃപകളും വരങ്ങളും ചൊല്ലിച്ചു പരിശുദ്ധാത്മാവേ അവിടുത്തെ ബലം നിങ്ങൾക്ക് ആവശ്യം. കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യം. കർത്താവേ നീ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. അമിത ബലം തരണേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ ഓ ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ. ഓ പരിശുദ്ധാത്മാവേ കൃപകളും വരങ്ങളും ചൊല്ലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ. ഓ പിന്മഴയെ വീണ്ടും അയക്കണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്കായിരിക്കാൻ, പ്രത്യേകിച്ച് ഇന്ന് 10 മണി മുതൽ ഈ സമയം വരെയും
യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് പഠിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കൂടി ഞങ്ങൾ വന്ന് ദൈവത്തെ ആരാധിച്ച് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി ഞങ്ങൾ ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നല്ലോ. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സന്തോഷവും സമാധാനവുമായിരുന്നു എന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങളെ തന്നെ പിന്നെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. പ്രത്യേകാൽ വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വന്നവരുടെ കുടുംബങ്ങളെ, ഭവനങ്ങളിലായിരിക്കുന്നവരെ, രോഗികളായി ഭാരപ്പെടുന്നവരെ ഒക്കെ എൻ്റെ തമ്പുരാൻ തൊടണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ സകലരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജമായ വേദനയാലും രോഗത്താലും ഇരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഭവനങ്ങളിലുണ്ട് കർത്താവേ. അവർക്ക് വേണ്ട ആശ്വാസവും അവർക്ക് വേണ്ട സന്തോഷവും ഒക്കെ അതാത് സമയങ്ങളിൽ തമ്പുരാൻ കൊടുക്കണമേ. വിദേശങ്ങളിലായിരിക്കുന്നവരെ ഓർക്കുന്നു. മറ്റ് സ്വദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, പഠിക്കാൻ പോയിരിക്കുന്നവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വയൽ പ്രദേശത്തെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ജോലി വഴികളെ അനുഗ്രഹിക്കണം, വരുമാന മാർഗങ്ങളെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കണം. അപ്പോൾ തന്നെ ദൈവമേ, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും അധികമായി പ്രയോജനപ്പെടുവാൻ, ദൈവസഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ എല്ലാവരെയും തമ്പുരാൻ സഹായിക്കണം. താഴ്ത്തി പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജെയിംസ് അങ്കിളിൻ്റെ അളിയൻ്റെ മോനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കണമേ കർത്താവേ. പ്രദീപേട്ടനെ സൗഖ്യമാക്കണമേ കർത്താവേ. അതുപോലെ ആ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ. ബിന്ദാമെ സൗഖ്യമാക്കണമേ. എബ്രഹാമിനെ സൗഖ്യമാക്കിയതിനായിട്ട് നന്ദി പറയുന്നു. പിന്നെയും 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 എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുത്തെ കരങ്ങളിൽ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ അയക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കൊക്കെ ഈ നാളുകളിൽ മറുപടി തന്ന് തമ്പുരാൻ ഞങ്ങളെ നയിക്കണമേ. സ്വർഗം ചെയ്യുന്ന എല്ലാ നന്മകൾക്കായും സ്തോത്രം. ചൊവ്വാഴ്ചത്തെ പകൽ ഉപവാസ പ്രാർത്ഥന, വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന, അതൊക്കെ മടിയില്ലാതെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ കൂടെ ഇരിപ്പാനും സാവകാശങ്ങളെ ഒരുക്കണം. അത് രാവിലെ നടക്കുന്ന ഞങ്ങളുടെ ഗൂഗിൾ മീറ്റിനെ അനുഗ്രഹിക്കണമേ. അനേകർക്ക് അതൊരു പ്രചോദനവും പ്രയോജനവുമായി മാറാൻ തമ്പുരാൻ കൃപ ചെയ്യണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ മുഴുവനും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ ഏൽപ്പിക്കുന്നു. ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ, പിടിമരണത്തിൽ നിന്നുമൊക്കെ ഞങ്ങളുടെ ദേശത്തെ അവിടുന്ന് സ്വർഗം സംരക്ഷിക്കണം. വചനം ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനായിട്ട് നന്ദി. പ്രിയമകനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കുടുംബത്തെ സ്വർഗം അവിടുന്ന് കരുതണം. ഇന്ന് നടന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ആശീർവദിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം തമ്പുരാൻ മറുപടി തന്നു എന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഭക്ഷണ പദാർത്ഥങ്ങളെ തമ്പുരാൻ അനുഗ്രഹിച്ചതിനായി നന്ദി. ഭാഗവാക്കാകാൻ ഞങ്ങളെയും ഒരുക്കണമേ, സഹായിക്കണമേ. അടുത്ത ദിവസങ്ങളിലെ ഓരോ ശുശ്രൂഷകളും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി മാറാൻ സ്വർഗം കൃപ ചെയ്യണം. താഴ്ത്തി പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ പിരിയുന്നു. തിരുസാന്നിധ്യം കൂടിയിരിക്കണം. വാഹനങ്ങളെ കരുതണം. കാലാവസ്ഥയെ അനുകൂലമാക്കി തീർക്കണം. ദേശത്തിൻ്റെ അധിപതികളെ കർത്താവ് ശാസിക്കാൻ പിന്നെയും കൃപ ഞങ്ങൾക്ക് തരണം. എല്ലാ മഹത്വവും കർത്താവിനും, എല്ലാ പുകഴ്ചയും ബഹുമാനവും കർത്താവിനും മാത്രം ഈ സമയം ഞങ്ങൾ കരയേറ്റുന്നു. യേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കാവലും കൂട്ടായ്മയും നാം ഏവരുടെ മേലും, നമ്മുടെ ഭവനങ്ങളുടെ മേലും, സകല പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ഇന്നും എന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആർക്കപ്പെട്ട കുഞ്ഞാടായ യേശുവിന് ചേർന്ന് നമുക്ക് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയ്യെ പിടിച്ച് സ്തോത്രമൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ച് മടങ്ങാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.